നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടിയെടുക്കാനുള്ള കുതന്ത്രത്തിൽ നിന്ന് സർക്കാർ പിന്മാറി. കള്ളനാക്കി ഡോക്ടറെ മോശക്കാരനാക്കാനുള്ള തിരക്കഥ പാളിയതോടെയാണ് ആരോഗ്യമന്ത്രി സമവായ ഭാഷയുമായി എത്തിയത്. മന്ത്രി ഡോക്ടർ ഹാരിസിനെ കണ്ട് സംസാരിച്ചു. ഡോക്ടർ ഇനി ഒന്നും പറയില്ല. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയതായി പ്രിൻസിപ്പൽ അവകാശപ്പെട്ട മോർസിലോസ്കോപ്പ് അതല്ലെന്നും തെളിഞ്ഞു. എന്തിനായിരുന്നു ഈ വ്യഗ്രത? രോഗികൾക്ക് വേണ്ടി നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ കാര്യത്തിന് ഒരു ഡോക്ടറെ കള്ളനാക്കാൻ നടത്തിയ കുത്സിത നീക്കം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകഴിഞ്ഞു. ആരോഗ്യമന്ത്രിക്ക് ഇതിൽ വേഷം ഉണ്ടാകാതിരിക്കട്ടെ. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വീണിട്ടും പഠിക്കാത്ത വൻ വീഴ്ചയും. കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കുവാനുള്ള നീക്കം നടന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം, അതിൽ മോർസിലോസ്കോപ്പ് എന്ന മെഡിക്കൽ ഉപകരണം ഡോക്ടർ ഹാരിസിന്റെ റൂമിൽ നിന്ന് കണ്ടെത്തിയതായി പറഞ്ഞിരുന്നു. പക്ഷേ അത് മോർസിലോസ്കോപ്പ് അല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് നെഫ്രോസ്കോപ്പ് ആയിരുന്നു. ഇത് തന്നെയാണ് ഡോക്ടർ നേരത്തെയും പറഞ്ഞിരുന്നത്. മോർസിലോസ്കോപ്പ് എവിടെയും പോയിട്ടില്ല, മെഡിക്കൽ കോളേജിലുണ്ട്. അത് മോർസിലോസ്കോപ്പ് എന്നത് ചെറിയൊരു ഭാഗം മാത്രമാണ്. മോർസിലോമീറ്റർ എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള പേര്. ഇതെല്ലാം ഭദ്രമായിട്ട് മെഡിക്കൽ കോളേജിലുണ്ട്. അത് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാണ് എന്നുള്ള കാര്യവും അതിന് വിദഗ്ധ ഡോക്ടർമാർ ഇല്ലാത്തതാണ് പ്രശ്നമെന്നും ഡോക്ടർ ഹാരിസ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്തിനായിരുന്നു ഈ മെഡിക്കൽ ഉപകരണത്തിന് വേണ്ടിയുള്ള അന്വേഷണം? ഈ മെഡിക്കൽ ഉപകരണം മോർസിലോസ്കോപ്പ് എങ്ങും മോഷണം പോയിട്ടില്ല, ആരും കൊണ്ടുപോയിട്ടില്ല എന്ന കാര്യം വ്യക്തമായിട്ടും എന്തിനാണ് ഡോക്ടറുടെ മുറിയിൽ കയറി 2 ദിവസം പരിശോധന നടത്തിയത്? കാണാതായ മെഡിക്കൽ ഉപകരണം നഷ്ടപ്പെട്ടില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു റിപ്പോർട്ട് കൂടിയേ വരാനുള്ളൂ. അത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ റിപ്പോർട്ടിലാണ്. എന്തായാലും ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരിസിനെ സന്ദർശിക്കുകയും ഇനി വിവാദം ഉണ്ടാകരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടുകൂടി ഡോക്ടർ വഴങ്ങിയിരിക്കുകയാണ്. ഡോക്ടർ ഇനി വിവാദത്തിനൊന്നും പോകില്ല. ഡോക്ടർ ഇനി ഒരു കാര്യവും തുറന്നു പറയില്ല. എല്ലാം ഡോക്ടറുടെ സംഘടനയായ KGM-CTA പറയും. ഇതാണ് ഡോക്ടർ ഹാരിസ് ഇന്ന് പറഞ്ഞത്. അതായത് ഡോക്ടർ ഹാരിസ് പല കാര്യങ്ങളും മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയ പോലും മുടങ്ങുന്ന കാര്യങ്ങളായിരുന്നു പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞത്. അതിനെ തുടർന്ന് ചില ഉപകരണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ശസ്ത്രക്രിയ പോലും മുടങ്ങിയ കാര്യം അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തിരുന്നു. എങ്കിലും പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഡോക്ടറെ കള്ളനാക്കുവാനുള്ള ശ്രമം നടന്നു. മെഡിക്കൽ ഉപകരണം കാണാതായി എന്നുള്ള കാര്യം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ വന്നു. ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനിടെ തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും വാർത്താ സമ്മേളനം നടത്തുകയും ഡോക്ടറിനെതിരായ തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ തെളിവൊക്കെ കള്ളത്തെളിവുകളാണ് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ഇതോടെയാണ് നയ നീക്കവുമായിട്ട് ആരോഗ്യമന്ത്രി എത്തിയത്. സംശയങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. എന്തിനാണ് ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കുവാനുള്ള നീക്കം നടന്നത്? ഇതിന് പിന്നിൽ ആരുടെയൊക്കെ തിരക്കഥയാണ് ഉള്ളത്? ശ്രീ GS ശ്രീകുമാർ, ഡോക്ടർ B ജയരാജ്, ശ്രീ MK ഹരിദാസ് എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. അവരിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്ന് ഡോക്ടർ ഹാരിസ് ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇനി മാധ്യമങ്ങളെ കാണില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരോഗ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഇക്കാര്യവും ഡോക്ടർ ഹാരിസ് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മാഡം വളരെ നമ്മൾ സമാധാനിപ്പിക്കുകയായിരുന്നു. മാഡം മാത്രമല്ല DME ആശുപത്രിയിൽ വന്നു, മാഡവും DMEയും വന്നു കണ്ടു. അവർ വളരെ നമ്മൾ സമാധാനിപ്പിച്ചു. മാഡം കുറേ സമയം ഇരുന്നു. ഞാനും ആയിട്ട് സംസാരിച്ചു, എൻ്റെ വൈഫായിട്ട് സംസാരിച്ചു. വളരെ കുടുംബകാര്യങ്ങളെല്ലാം ചോദിച്ചു. നല്ല സന്തോഷമായിട്ടാണ് പിരിഞ്ഞത്. അല്ല, അവിടെ വെച്ച് ഇങ്ങനെയുള്ള ഒരു കാര്യം ചർച്ച ചെയ്തില്ല. അവിടെ വെച്ച് നമ്മുടെ അസുഖവിവരങ്ങൾ ചോദിച്ചു, വീട്ടുകാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ഉള്ള വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. എന്റെ സൈഡിൽ നിന്ന് ഞാനൊന്നുമില്ല. ഞാൻ ഇനിയും ഒരു മാധ്യമങ്ങൾക്കും ഒരു വാർത്തയും പങ്കുവയ്ക്കണം. ഞാനിപ്പോൾ ഇന്ന് കോൺട്രവേഴ്ഷ്യലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ മാധ്യമങ്ങളെ കാണരുതെന്നാണ് പിന്നെ എനിക്ക് KGM-CTA ഞങ്ങളുടെ സംഘടനയുടെ നിർദ്ദേശം. അപ്പം അത് പിന്നെ ഇത്രയും നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇനിയും നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ KGM-CTA ഞങ്ങളുടെ സംഘടനയായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തോളൂ ബാക്കി കാര്യങ്ങളൊക്കെ. ഇതാണ് ഡോക്ടർ ഹാരിസ് ഇന്ന് പറഞ്ഞത്. അതായത് ഇനി കൂടുതലൊന്നും പറയുന്നില്ല എന്ന്. അതായത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തി. അതിനാൽ ചില നീക്കങ്ങൾ ഡോക്ടർക്കെതിരെ നടന്നു. ഇത് വലിയ വിവാദമായി. KGM-CTA ഡോക്ടറുടെ സംഘടന ഇക്കാര്യത്തിൽ ഇടപെട്ടു. അങ്ങനെ ഒരു അനുനയ നീക്കവും വന്നിരിക്കുകയാണ്. KGM-CTAയും ഇതേക്കുറിച്ച് പ്രതികരിച്ചു. KGM-CTAയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റോസനാരോ ബീഗം ഇതേക്കുറിച്ച് സംസാരിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. ഹാരിസ് സാർ ആദ്യം തൊട്ട് പറഞ്ഞതും
സംഘടന പറഞ്ഞതും എല്ലാം വളരെ സത്യമാണെന്നുള്ളത് പൊതുജന മധ്യത്തിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ഇനി അതിലെന്തിനാണ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഹാരിസ് സാറ് പറയുന്നത് 100% ഞങ്ങൾക്ക് വിശ്വാസമാണ്. കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഈ സിസ്റ്റത്തിൽ എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. അപ്പോൾ അതിനായിട്ടൊരു ടാർഗറ്റിങ്ങിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അങ്ങനെ ചെയ്യുന്നത് വഴി എല്ലാവരെയും സൈലന്റ് ആക്കാം എന്നുള്ളൊരു സൂചന പോലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. പ്രശ്നങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഉള്ള പരിഹാരങ്ങളും സമയാസമയങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയേ പറ്റും. പക്ഷേ സർക്കാരിന് ഒരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഡോക്ടറെ കള്ളനാക്കുവാനുള്ള നീക്കം നടത്തിയത് അത് ശരിയായില്ല. ഇന്ന് പ്രതിപക്ഷം ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു. KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ. നാടകങ്ങൾ അല്ലെങ്കിൽ അവർ ഡോക്ടർക്കെതിരെ നടത്തിയ കരുനീക്കങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി. അതിൽ സംസാരിക്കുന്ന തെളിവുകൾ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. അവരത് നല്ല ബോധ്യത്തോടെ മനസ്സിലാക്കുന്നുണ്ട്. സർക്കാർ സത്യത്തിൽ ഈ ഡോക്ടർക്കെതിരെ നടത്തിയ അപവാദ പ്രചരണങ്ങളും ഭീഷണി പ്രയോഗങ്ങളും എല്ലാം പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയാണ്. ശ്രീ GS ശ്രീകുമാർ, ഇതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെടുകയല്ലേ ചെയ്തത്? പക്ഷെ താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിശ്വസിക്കുന്നത്? ഇത് എങ്ങനെയാണ് അവസാനം ഇനി ഡോക്ടർ മിണ്ടില്ല എന്ന രീതിയിലൊരു സമവായത്തിലേക്ക് എത്തിയത്? തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഹാരിസ് ഡോക്ടർ കഴിഞ്ഞ 4 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിലാകെ കണ്ടത് 2 വ്യക്തികളാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഒന്ന് മന്ത്രിയും ഒന്ന് DMEയും. എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. അത് ഞാൻ വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇത് അവസാനിപ്പിക്കാമെന്നും ഒരു താക്കീതിൽ ഇതെല്ലാം അവസാനിപ്പിക്കാമെന്നും അവിടെ മന്ത്രിയും DME ഒക്കെ ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ നേതാക്കളുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മേലിൽ ഒന്നും തന്നെ പറയാൻ പാടില്ല എന്ന് പറയുകയും അദ്ദേഹം അതനുസരിക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു തർക്ക വിഷയങ്ങളിലൊന്നും ഞാൻ ഇനി പറയുന്നില്ല, അത് എന്നെ അങ്ങനെ പറയരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി. നമുക്ക് എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമാണ്, അദ്ദേഹത്തോടുള്ള വേട്ടയാടുകൾ അവസാനിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ഇനി കർശനമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള തലത്തിലേക്ക് പോയത് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഞങ്ങളുൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ അവരെല്ലാം ആവശ്യപ്പെട്ടത് എന്താണ്? ആ ഡോക്ടറെതിരെ നടപടി സ്വീകരിക്കരുത്, അദ്ദേഹത്തെ വേട്ടയാടരുത്, അദ്ദേഹത്തെ ഉപദ്രവിക്കരുത് എന്നുള്ള തലത്തിലേക്ക് ഗവൺമെൻറ് വന്നു. വിവിധ നാടകങ്ങൾ തകർന്നടിഞ്ഞതിന് ശേഷമാണ്. അല്ലാതെ ആദ്യം മന്ത്രി പറഞ്ഞത് അദ്ദേഹത്തെ ചേർത്ത് നിർത്തും എന്നൊക്കെ പറഞ്ഞൊക്കെ ഒരു പൊള്ളത്തനമായിരുന്നു. അത്തരത്തിൽ നമുക്ക് സന്തോഷമുണ്ട്, പൂർണ്ണമായും സന്തോഷമുണ്ട്. ഡോക്ടറെ കുരിശിലേറ്റുന്ന നടപടിയിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറി എന്നുള്ളതിൽ പൂർണ്ണ സന്തോഷമുണ്ട്. അപ്പോഴും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വിവിധ വിഷയങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുന്നു. ആശുപത്രിയിലെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം. ആദ്യം ഇപ്പോൾ രോഗികളിൽ നിന്ന് പണം കമ്പനി നേരിട്ട് വാങ്ങി ഉപകരണങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്രോബുകളില്ല. ഗൈനക്കിൽ പ്രോബുകളില്ല, ജനറൽ സർജറിയിലില്ല, ഓർത്തോയിലില്ല. അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോബുകളില്ല. ആ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കീഹോൾ സർജറി നടന്നിട്ട് എത്രയോ നാളുകളാവുന്നു. 100 കീഹോൾ സർജറി നടക്കേണ്ട സ്ഥാനത്ത് 1-2 മാത്രം നടക്കുകയാണ്. അതായത് എല്ലാ ഉപകരണങ്ങളും ഈ പ്രോബുകൾ വേണം. അപ്പോൾ കീഹോൾ സർജറി പൂർണ്ണമായും അവിടെ ഇല്ലാതായി. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ആ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപ വരുമാനമുള്ളതും 400ഓളം ജീവനക്കാരുള്ളതും അതിൻ്റെ നടത്തിപ്പിൽ ഏറ്റവും മുഖ്യ പങ്ക് മെഡിക്കൽ കോളേജിൽ വഹിക്കുന്നത് ആശുപത്രി വികസന സമിതിയാണ്. കഴിഞ്ഞ 4 വർഷമായി ആശുപത്രി വികസന സമിതി കൂടിയിട്ടില്ല. വിവിധ രാഷ്ട്രീയ കക്ഷിയിലുള്ളവർ, വിവിധ HODമാരൊക്കെ ഉള്ള ഒരു വലിയ സമിതി കൂടാതെ CPMൻ്റെ നോമിനികളായിട്ടുള്ള 3-4 ആൾക്കാരും അത്യാവശ്യ ഉദ്യോഗസ്ഥരും മാത്രമായി അവിടെ 2 മാസത്തിലോ 3 മാസത്തിലോ ഒരു യോഗം കൂടി അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം, അതായത് CPMകാരെ ആശുപത്രിയിലേക്ക് അനധികൃതമായി നിയമിക്കുന്ന ഒരു കാര്യത്തിലല്ലാതെ ഇതേപോലെ HODമാർ കൊടുക്കുന്ന കത്തിന്മേൽ അടിയന്തര നടപടി സ്വീകരിക്കുന്ന ഒരു സംവിധാനം മെഡിക്കൽ കോളേജിലില്ല. അപ്പോൾ ഈ തരത്തിൽ കഴിഞ്ഞ ചർച്ചകളിൽ ഒരാൾ പറഞ്ഞു, CPMൻ്റെ നേതാക്കൾ നിയന്ത്രിക്കുന്ന സംവിധാനത്തിൽ നിന്നും ഈ മെഡിക്കൽ കോളേജിനെ സ്വതന്ത്രമാക്കണം. മെഡിക്കൽ കോളേജിനെ അങ്ങനെ സ്വതന്ത്രമാക്കി അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അവിടുത്തെ ഒരു സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ, അവിടുത്തെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകണം. ഇത് HODമാർക്ക് പോലും ഒരു സ്വാതന്ത്ര്യമില്ല, പ്രിൻസിപ്പാളിനില്ല, സൂപ്രണ്ടിനില്ല. നമ്മൾ കണ്ടില്ലേ, പ്രിൻസിപ്പാളും സൂപ്രണ്ടും തിരക്കഥയ്ക്ക് അനുസരിച്ച് അഭിനയിക്കുകയാണ്.
ഇങ്ങനെ വൃത്തികെട്ട ഒരു സംവിധാനത്തിലായിട്ട് ഇത് വർഷങ്ങളായി. ഈ മന്ത്രി പലപ്പോഴും പറഞ്ഞല്ലോ, ഇവിടെ ആടി ഉലയില്ല, കപ്പലുണ്ട്, കപ്പിത്താനുണ്ട്, ക്യാപ്റ്റനുണ്ട്. ഇപ്പം വന്നപ്പോൾ ആരുമില്ല, കപ്പിയുമില്ല, കപ്പിത്താനുമില്ല, ക്യാപ്റ്റനുമില്ല. മന്ത്രി നിലയില്ലാ കയത്തിൽ കൈയും കാലും ഇട്ട് അടിക്കുകയാണ്. അവസാനം പ്രിയപ്പെട്ട ഡോക്ടറോട് കാല് പിടിച്ച് അപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് ഒന്നും തന്നെ പറയാതെ അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം പിന്മാറുമ്പോഴും നിലവിൽ അദ്ദേഹം പറഞ്ഞ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആശുപത്രിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന്. ശരി, ശ്രീ എം കെ ഹരിദാസ്, ഡോക്ടറുടെ കാല് പിടിക്കുകയായിരുന്നു മന്ത്രി, ഇനി ഒന്നും പറയരുത് എന്ന്. താങ്കൾ ഈ ഭാഗത്തോട് യോജിക്കുന്നുണ്ടോ? ഡോക്ടർ പറഞ്ഞത് മന്ത്രി വളരെ സൗമ്യമായിട്ടാണ് സംസാരിച്ചത്, തൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടു. ഒന്നാമത് അദ്ദേഹം ആശുപത്രിയിലായിരുന്നുവല്ലോ, വീട്ടുകാരുമായി സംസാരിച്ചു. അപ്പോൾ ഒരു സ്നേഹത്തോടു കൂടിയുള്ള സംസാരമായിരുന്നു. അപ്പോൾ തനിക്ക് പിന്നെ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനുണ്ടായിരുന്നില്ല. മന്ത്രി പറഞ്ഞ കാര്യം താൻ കേട്ടു. ഇനി അങ്ങോട്ട് സംഘടനയാണ് ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുക. തൻ്റെ സംഘടനയായ KGM-CT ആയിരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ പോകുന്നത് എന്ന്. അതായത് ഡോക്ടറുടെ വായ അടപ്പിച്ചു അല്ലേ? ചട്ടങ്ങൾ ലംഘിച്ചു. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഞാൻ മുഴുവൻ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചട്ടങ്ങൾ ലംഘിച്ച വ്യക്തിയാണ്, അത് ചെയ്യരുതായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നുള്ള ആ വാക്ക് പിടിച്ചുകൊണ്ട് മന്ത്രി ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ആ കോംപ്രമൈസ് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും ചട്ടലംഘനത്തിനെതിരെയുള്ള സർക്കാർ നടപടിയെ ഡോക്ടർ ഹാരിസ് അത്രയധികം സ്വാഗതം ചെയ്യുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആദ്യ സമയത്തൊക്കെ അദ്ദേഹം, കഴിഞ്ഞ ആഴ്ച ഈ സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് അത്തരത്തിലല്ല, ഞാൻ എന്ത് നടപടിയെയും നേരിടാൻ തയ്യാറാണ് എന്ന നിലയ്ക്ക് സംസാരിച്ചിരുന്ന അദ്ദേഹം ഇന്ന് രാവിലെ അത്തരത്തിലുള്ള ഒരു സമീപനമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലും അദ്ദേഹത്തിന്റെ സംസാരത്തിലും. കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് വളരെയേറെ പക്വത വന്ന സ്ഥിതിക്ക് മന്ത്രി അങ്ങോട്ട് വെച്ചിട്ടുള്ള ഒരു ഉപാധി ഉണ്ടായിരിക്കാം, ഇനി ഈ സംഗതി ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്, നിങ്ങളെ കള്ളനാക്കിയും പെണ്ണുപിടുത്തക്കാരനാക്കിയും നിങ്ങളെ സർവീസിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിച്ചിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയിരുന്ന സേവനം ഇല്ലാതാക്കാൻ ഞങ്ങളെ കൊണ്ടാവും, അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി തൊട്ട് വായ തുറക്കരുത് എന്നുള്ളൊരു കോംപ്രമൈസ് മുൻപോട്ട് വെച്ചപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം കീഴടങ്ങിയിരിക്കാം. അല്ലെങ്കിൽ മന്ത്രിയോട് അദ്ദേഹം, ഞാൻ കൂടുതൽ കാര്യങ്ങൾ, സത്യങ്ങൾ വിളിച്ചു പറയാൻ പോകുകയാണ്. കാരണം ഞാനിപ്പോ ഈ പറഞ്ഞതൊന്നുമല്ല യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലെയും സത്യം. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഈ പഞ്ചായത്ത് ഇലക്ഷനും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനും പടിവാതിൽക്കൽ നിൽക്കാൻ ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞപ്പോ മന്ത്രി സറണ്ടർ ആയതോ അതൊക്കെ പുറത്തു വരാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും മഞ്ജുഷ്, ഞാൻ വ്യക്തമായിട്ട് പറയണു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ രീതി അനുസരിച്ചിട്ട് ഡോക്ടർ ഹാരിസിനെ മറ്റെന്തെങ്കിലും ഒരു കേസിൽ കുടുക്കിയിട്ട് അവരിതിന് പ്രതികാര നടപടി ചെയ്യും. ആരോഗ്യരംഗത്ത് നമ്പർ 1 കേരളം എന്നൊരു ക്യാപ്ഷനുമായിട്ട് കേരളത്തിലെ ജനങ്ങളെ അങ്ങേയറ്റം പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് കിട്ടിയിട്ടുള്ള നെറുകം തലയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു അടിയാണ് ഹാരിസിന്റെ വിളിച്ചു പറയലുണ്ടായിരുന്നത്. അതിന് കൃത്യം 6 മാസം മുമ്പ് ഞാൻ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടിട്ടുള്ള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എനിക്ക് തന്ന കണക്കുകൾ ഏകദേശം ഹാരിസ് വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് 100% സാമ്യത പുലർത്തുന്നതാണ്. ഞാൻ ഇന്നലെ താങ്കൾക്ക് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വിവരാവകാശ മറുപടികളുടെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് ശേഷം ഞാൻ വിവരാവകാശ നിയമപ്രകാരം നമ്മുടെ സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും 14 ജില്ലാ ആസ്പത്രികളിലും 12 സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഉള്ള ഉപകരണങ്ങളുടെ നിലവിലെ സ്ഥിതി എന്താണ്, എന്തൊക്കെ ഉപകരണങ്ങളുടെ കുറവുണ്ട് എന്ന് ചോദിച്ചിട്ട് ഞാൻ അയച്ച ഒരു അപേക്ഷയ്ക്ക് എനിക്ക് തുരുതുര മറുപടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മറുപടിയിലെ എനിക്ക് 78 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും 9 ജില്ലാ ആശുപത്രികളും 10 മെഡിക്കൽ കോളേജുകളിലും തന്ന മറുപടിയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത്. അതായത് അവിടെ കഴിഞ്ഞ 3 വർഷമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു പുതിയ ഉപകരണങ്ങളും ആധുനിക ചികിത്സാരംഗം അങ്ങേയറ്റം പുരോഗതി പ്രാപിക്കുന്നത് അനുസരിച്ചിട്ട് ഇന്നത്തെ ഉപകരണമല്ല നാളെ രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ തന്നെ 4-5 വർഷം മുമ്പ് ഇറങ്ങിയ ഉപകരണങ്ങളുടെ കുറവ്, ആ ഉപകരണങ്ങൾ കേടുവന്നത് റിപ്പയർ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് അനുവദിക്കാത്തതിന്റെ പേരിൽ അവ റിപ്പയർ ചെയ്യാതെ ഈ രോഗികൾക്ക് കൊടുക്കേണ്ട സേവനം നൽകാൻ പറ്റാത്ത വിവരങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് വിളിച്ചു പറഞ്ഞ ഒരു വലിയ സത്യത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തുകൊണ്ട് അദ്ദേഹത്തെ പുകച്ച് പുറത്തു ചാടിക്കാൻ ഈ സർക്കാർ നടപടിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് കള്ളനാക്കുകയായിരുന്നു ശ്രീ എം കെ ഹരിദാസ്. ഇപ്പോൾ മോക്സിലോസ്കോപ്പ് എന്ന മെഡിക്കൽ ഉപകരണം കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു മറ്റൊരു ഉപകരണത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് മോക്സിലോസ്കോപ്പ്. അപ്പോൾ അത് കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറി പരിശോധന നടത്തുക എന്നൊക്കെയുള്ള വിചിത്രമായ കാര്യങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്. ഇപ്പോൾ എന്തായി?
ഇപ്പോൾ ആ ഉപകരണം അവിടെ തന്നെ ഉണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് തന്നെയായിരുന്നു ഡോക്ടർ ഹാരിസ് ആദ്യം ഈ ആരോപണം വന്നപ്പോൾ തന്നെ പറഞ്ഞത്. അതൊക്കെ അവിടെ ഉണ്ട്, അത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ഡോക്ടർമാർ അവിടെ ഇല്ല എന്ന്. ഇപ്പോൾ അത് തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ആര് സമാധാനം പറയും? ഈ കാട്ടിക്കൂട്ടിയ വിക്രിയകൾക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറും ഒക്കെ ചേർന്നാണ് ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ കയറിയത് അദ്ദേഹം ഇല്ലാത്ത സമയത്ത്. അവർ ന്യായീകരണം പറയുമായിരിക്കും, പ്രിൻസിപ്പലിന് അതിനുള്ള അവകാശമുണ്ട് എന്നൊക്കെ. എത്രയൊക്കെ പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ പറ്റുകയില്ല. മറ്റൊരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ആ മുറിയിൽ കയറുക, അവിടെ 2 ദിവസം പരിശോധന നടത്തുക, അവിടെ വന്ന് ഒരു കൊറിയർ എടുത്തിട്ട് ഈ കൊറിയറിൽ ബില്ലാണുള്ളത് എന്ന് പരസ്യമായി പറയുക. അതായത് കാര്യം വ്യക്തമായിരുന്നു. അവിടെ നിന്നൊരു മോർസിലോസ്കോപ്പ് കാണാതെ പോയി. എന്നിട്ട് ഈ അന്വേഷണം നടക്കുന്നുണ്ട് എന്നറിഞ്ഞ ഡോക്ടർ പുതിയൊരു മോർസിലോസ്കോപ്പ് വാങ്ങി. അതവിടെ അതങ്ങനെ അത് കൊറിയറിൽ അയച്ചു വരുത്തി, അല്ലേ, കൊറിയറിൽ വരുത്തി അവിടെ വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് പോയിട്ടില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് ആ ബില്ല് വലിയ സംഭവമായി കണ്ടെത്തി എന്നൊക്കെ പറയുകയായിരുന്നു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ചെയ്തത്. പക്ഷേ ഇതെല്ലാം പൊളിഞ്ഞ് അടുങ്ങിയിട്ടും ശരിക്കും പറഞ്ഞാൽ ഇതിൽ നടപടി വേണ്ടത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെതിരെയല്ലേ? ചട്ടലംഘനമല്ലേ നടത്തിയിരിക്കുന്നത്? ഒരു അന്വേഷണം നടക്കുന്നതിനിടെ ഈ വിവരങ്ങൾ പരസ്യപ്പെടുത്തുക എന്നുള്ളത് പ്രിൻസിപ്പളും സൂപ്രണ്ടും കൂടി നടത്തിയിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു പൈങ്കിളി തിരക്കഥയുടെ നമ്മൾ പറയില്ലേ അവസാന രംഗമാണ് നമ്മൾ ഇന്നലെ അവർ നടത്തിയ പത്രസമ്മേളനത്തിലൂടെ നമ്മൾ കണ്ടത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുഷ പറഞ്ഞത് തന്നെയാണ്, ഇവർക്ക് രണ്ടുപേർക്കും എതിരെയല്ലേ നടപടിയെടുക്കേണ്ടത്. ഈ ഡോക്ടർ ഹാരിസ് എന്ന് പറഞ്ഞ കേവലം ഒരു MBBS ഡിഗ്രി മാത്രമുള്ള ഒരു സാധാരണ ഡോക്ടറല്ല. അദ്ദേഹം എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അങ്ങേയറ്റം പ്രശസ്തനായ ഒരു യൂറോളജിസ്റ്റ് ആണ്. മാത്രവുമല്ല ഒരു ജനകീയനായ ഒരു ഡോക്ടറാണ് അദ്ദേഹം. ജനകീയനായിട്ട് ഇപ്പൊ ഈ ആസ്പത്രി ഉപകരണങ്ങൾ ഇല്ലാത്ത സമയത്ത് 4 or 5 രോഗികൾക്ക് വേണ്ട ഒരേ ചികിത്സയ്ക്ക് വേണ്ട ഉപകരണങ്ങൾക്ക് പിരിവിട്ടെടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഷെയറും അതിൽ ചേർത്തുകൊണ്ട് ആ ഉപകരണങ്ങൾ വാങ്ങിയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായ ഒരു ജനകീയ ഡോക്ടറെ ഇത്തരത്തിലുള്ള ശുദ്ധമായ ഒരു കള്ളനെന്ന്. പക്ഷെ അവിടെ മഞ്ജുഷിനോട് എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട് കേട്ടാ. കള്ളനെന്ന് മുദ്ര കുത്തുകയല്ല സത്യത്തിൽ. സാധാരണ ഇവർ പെണ്ണുകേസിൽ കൊടുക്കുകയാണ് ചെയ്യുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ റൂമിൽ ഞങ്ങൾ തുറന്ന സമയത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ഒരു മടിയുമില്ലാത്തൊരു പ്രസ്ഥാനമാണ് ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം. കാരണം അവർക്കെതിരെ തിരിഞ്ഞവരെ അങ്ങേയറ്റം ചളിവാരി എറിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ആരുമല്ലാതാക്കുന്ന ഒരു മാന്ത്രിക വിദ്യ കൈവശമുള്ളവരാണ് CPM എന്ന് പറയുന്ന പാർട്ടി. ഡോക്ടർ ബി ജയരാജ് കൂടി ചേരുകയാണ്. ഡോക്ടർ ബി ജയരാജ്, ഇതിപ്പോൾ വല്ലാത്തൊരു നാണക്കേടായി മാറിയിരിക്കുകയാണല്ലോ ആരോഗ്യ വകുപ്പിന്. ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നു. അതുകൊണ്ടാണ് മെഡിക്കൽ ഉപകരണങ്ങൾ അവിടെ എത്തിച്ചതും. പക്ഷെ പിന്നെ അങ്ങോട്ട് എന്താണ് സംഭവിച്ചത്? ഈ ഡോക്ടറെ കള്ളനാക്കുവാനുള്ള ശ്രമമാണ്. അത് പൊളിഞ്ഞടങ്ങിയപ്പോഴല്ലേ കാല് പിടിക്കാൻ ആരോഗ്യമന്ത്രി പോയത്? ഇതും പൊതുസമൂഹത്തിന് ബോധ്യമായി കഴിഞ്ഞു. ഡോക്ടർ അവസാനം വഴങ്ങി. ശരി, ഇനി ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് തോന്നിക്കാണും വെറുതെ ഇരുന്നാൽ മതി, ഇനി എന്തിനാണ് വെറുതെ പൊല്ലാപ്പ് പിടിക്കുന്നതെന്ന്. ശരിക്കും അങ്ങനെയല്ല മഞ്ജുഷ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ചത്. വളരെ സത്യസന്ധനായ ഡോക്ടറാണ്. എല്ലാവരും അന്വേഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ച് ആരും ഒരാൾ പോലും, അതായത് സ്കൂട്ടറിലാണ് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഇന്ന് പണ്ടത്തെ കാലത്ത് പഴയ ഡോക്ടർമാർ സൈക്കിളിൽ വന്നിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് 2 വീലറിലൊരു ഡോക്ടർ, അത് പേര് കേട്ട ഒരു ന്യൂറോളജിസ്റ്റ് വരിക എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയിലൊന്നും ആർക്കും സംശയമില്ല. അദ്ദേഹം ആത്മരോധനം കൊണ്ട് പറഞ്ഞതാണ്. അവിടെ ചില സിസ്റ്റം ഫെയിലർ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അത് ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനെതിരെ അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റത്തിന്റെ തകരാറിനെ കുറിച്ചാണ്. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റി, പല ആളുകളല്ലേ വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്ന അവരാണ് വർഷാവർഷം, അതായത് 1 വർഷം മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്ത് സാധനങ്ങൾ കൊടുക്കണം, പർച്ചേസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ ഉണ്ടായ ചില ക്രമക്കേടുകൾ, ചില ഫയലുകൾ നീങ്ങുന്ന ഇതാണ് 10 വർഷം മുമ്പ് ആരോപണം. അതായത് പിണറായി വിജയൻ അധികാരത്തിലേറുമ്പോൾ, ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ, ആദ്യത്തെ തവണ അധികാരത്തിലേറുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓരോ ഫയലുകളും ജീവനുള്ള മനുഷ്യന്മാരാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ കാരണം ഒരുപാട് തെളിവുകൾ പിന്നീട് എല്ലാവർക്കും അറിയാം. അതൊക്കെ വെറുതെ വീൺവാക്കായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞ കാര്യമാണ്. അങ്ങനെയല്ല അത് തിരുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി, അതായത് പുതിയ തലമുറയിൽ നിന്ന് എടുക്കുന്ന ആളുകളൊന്നും അവരുടെ വഴിയെ പോകുന്നില്ല. പുതിയ തലമുറ കൂലങ്കഷമായ ജോലി ചെയ്യുന്നുണ്ട്. പഴയൊരു തലമുറ മുഴുവൻ തലമുറ മാറ്റം വന്നു കഴിഞ്ഞു.
ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ എത്ര ഡോക്ടർമാരുടെ പേരിലാണ് പെണ്ണ് കേസിൽ CPM-കാർ കുടുക്കിയിരിക്കുന്നത്? യാതൊരു അർത്ഥവും ഇല്ലാതെ അസംബന്ധമല്ലേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വായി വരുന്നത് എന്ത് വിളിച്ചു പറയാന്നുള്ള രീതിയിലാണല്ലോ. ഏത് ഡോക്ടറുടെ പേരിലാ പെണ്ണ് കേസിൽ CPM-കാർ കുടുക്കിയിരിക്കുന്നത്? അങ്ങനെയൊക്കെ കള്ളനാക്കുന്നൊക്കെ പറയുന്നത് അതൊന്നും ചോദിക്കാനും പറയാൻ ആരുമില്ല. ഇതൊന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതല്ല പേരിലെന്ന് പറഞ്ഞിട്ടില്ല. CPM-നെ വേദനിപ്പിച്ചവരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെറുതെ ഡോക്ടർമാരുടെ പേര് പറഞ്ഞിട്ട് സംഗതി വഴി തിരിച്ചു വിടരുത്. ഞാൻ ഡോക്ടർമാരുടെ പേര് പറഞ്ഞിട്ടില്ല. CPM-നെ വേദനിപ്പിച്ചവരെ ഒരു വിഷയം പറയുമ്പോ ഒരു വിഷയം പെണ്ണുകേസിൽ വരെ ശരി, അത് വിടാം. പക്ഷേ ഡോക്ടർ ബി ജയരാജ് ഇവിടെ കള്ളനാക്കുവാനുള്ള ശ്രമം നടന്നു എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. കള്ളനാക്കുവാനുള്ള ശ്രമം നടന്നു എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അത് പൊളിഞ്ഞു എന്ന കാര്യത്തിലും സംശയമില്ലല്ലോ. കള്ളനാക്കാനുള്ള ശ്രമമല്ല. ഒരു വിഷയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് അന്വേഷണം ഏർപ്പെടുത്തും. കാരണം ഒരു സർക്കാർ ജീവനക്കാരന് ചില പ്രോട്ടോക്കോളുകളുണ്ട്. ആ പ്രോട്ടോക്കോളുകൾ അനുസരിച്ച് മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. ആ പ്രോട്ടോക്കോളിന് ഉപരിയായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടൊരു എൻക്വയറി, ഇപ്പൊ X ആയാലും Y ആയാലും Z ആയാലും അങ്ങനെ ഒരു എൻക്വയറി ഉത്തരവിടും. ആ എൻക്വയറിയുടെ ഭാഗമായിട്ട് ചില രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നു. അവർ ശരിയായിട്ടുള്ള അന്വേഷണം നടന്നു, ചിലത് മോശമായിട്ടുള്ള അന്വേഷണം നടന്നു. അങ്ങനെ അധ്യാപക സംഘടനയൊക്കെ അതിനെ എതിർത്തപ്പോഴത്തേക്കും അധ്യാപക സംഘടന ഈ അന്വേഷണത്തിന്റെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കുകയും അവർ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തപ്പോഴത്തേക്കും ഈ അന്വേഷണ കമ്മീഷൻ ഒന്ന് മയപ്പെട്ടു. ഈ അന്വേഷണ കമ്മീഷൻ മയപ്പെട്ടുകയും ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്നവർക്ക് മനസ്സിലായി. ഇല്ലാത്തൊരു കാര്യം. അതാണ് വാസ്തവം നടന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നല്ല രീതിയിലാണ്. അതിൽ ഒരെണ്ണം ശരി, ചട്ടലംഘനം, സർവീസ് ചട്ടങ്ങളുടെ ലംഘനം. അത് ശരി, മാധ്യമങ്ങളെ കണ്ടത് സർവീസ് ചട്ടങ്ങളുടെ ഒരു ലംഘനമായി. അതിൽ അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ്. പക്ഷേ ഈ മെഡിക്കൽ ഉപകരണം കാണാതായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുറിയിൽ കയറി പരിശോധന നടത്താനൊക്കെ ഇവർക്ക് ആരാണ് അധികാരം നൽകിയത്? അദ്ദേഹം ഇല്ലാത്ത സമയത്ത് CCTV ആരോ ഓടി പോകുന്നതും കണ്ടെന്നും ആ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടേണ്ടതാണ് കേട്ടോ. മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലും സൂപ്രണ്ടുമാണ് പറഞ്ഞത് ഏതൊരു CCTV ദൃശ്യമുണ്ട്, അവിടെ ആരോ ഓടിപ്പോകുന്നത് കണ്ടു, അത് ഡോക്ടറുടെ മുറിയിലേക്ക് കയറുന്നത് കണ്ടു, അവിടെ എന്തോ കൊണ്ട് വെച്ചിട്ട് പോയതാണെന്നൊക്കെ പറഞ്ഞത് ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ്. അപ്പോൾ കള്ളം പറയുന്നതും ഈ സർവീസ് ചട്ടം ലംഘിക്കുന്നതും ഒക്കെ ചെയ്യുന്ന മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടുമാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത്. അതും ആരുടെയോ നിർദ്ദേശപ്രകാരം. അതും സമ്മതിക്കേണ്ടി വന്നു. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ് ടെലിഫോണിൽ വിളിച്ച് ഈ ഡോക്ടർക്കെതിരെയുള്ള കുറ്റങ്ങൾ വായിക്കാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോടും പ്രിൻസിപ്പലിനോടും നിർദ്ദേശം നൽകിയത്. എന്തൊരു നാണക്കേടാണിത്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ഡോക്ടർ വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്താണ്? മാധ്യമങ്ങൾ ഇതിനെ മിസ്കോട്ട് ചെയ്തു, മാധ്യമങ്ങൾ എന്നെ വെറുതെ വിട്ടേക്കുക, മാധ്യമങ്ങൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ തോന്നിയ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നെ. ഇനി മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടണ്ട, മാധ്യമങ്ങളോട് നന്ദി പറയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഈ വിഷയം എത്തിച്ചത് മാധ്യമങ്ങളാണ്. ഒരിക്കലും മാധ്യമങ്ങൾക്കെതിരെ ഡോക്ടർ ഹാരിസ് ഒന്നും പറയില്ല. ആരോഗ്യമന്ത്രി പറഞ്ഞു ആ പാവമാണ്, അദ്ദേഹത്തെ വെറുതെ വിടൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ നാടകങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഈ തിരക്കഥ തയ്യാറാക്കി അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് പോയത് ആദ്യം പറഞ്ഞത് മന്ത്രിയാണ്. ശ്രീകുമാറെ, താങ്കളുടെ അവസരം വരുമ്പോ താങ്കൾ സംസാരിക്കുക. താങ്കളുടെ അവസരത്തിൽ താങ്കൾ സംസാരിക്കുക. മാധ്യമങ്ങളാണ് ഇതെല്ലാം ഊതി ഉറപ്പിച്ചത് എന്ന് ഡോക്ടർ ഹാരിസ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ആരോഗ്യമന്ത്രിയുടെ നിലപാടൊക്കെയാണ്. ഡോക്ടർ ഹാരിസിന്റെ ഇന്റർവ്യൂ ഞാൻ ഇന്ന് ലൈവ് കണ്ടതാണ്, ചാനലിൽ കണ്ടതാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തതിനകത്ത് മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ആ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഞാൻ വേണേ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എന്റെ കയ്യിൽ അതിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. അത് കൃത്യമായിട്ട് കേട്ട് നോക്കൂ. അതിനകത്ത് എങ്ങനെയാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചതെന്ന്. എന്നിട്ട് വളരെ കൂടുതൽ നന്ദി പറഞ്ഞത് അദ്ദേഹം ആരോഗ്യവകുപ്പ് മന്ത്രിയോടാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞു, മാഡം എന്റെ അടുത്ത് അനുഭാവപരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത്. ഒരു മാധ്യമപ്രവർത്തകയാണല്ലോ, മുൻ മാധ്യമപ്രവർത്തകയാണല്ലോ ആരോഗ്യവകുപ്പ് മന്ത്രി. മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് ആര് രാഷ്ട്രീയ രംഗത്ത് വന്നാലും മാധ്യമ പ്രവർത്തകർക്കൊരു വല്ലാത്ത ആവേശമാണ് അവരെ ഇല്ലാതാക്കാൻ. അത് എം വി നികേഷ് കുമാറിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അല്ലെ, ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ആദ്യം മെഡിക്കൽ ഉപകരണം കാണാതായി എന്നുള്ള കാര്യം പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ആരോഗ്യമന്ത്രിയാണ്. ഏത് മെഡിക്കൽ ഉപകരണമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായത്? നന്നാവുന്നത് കാണുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏത് മെഡിക്കൽ ഉപകരണമാണ് കാണാതായത്? തുടരെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏത് മെഡിക്കൽ ഉപകരണം കാണാതായില്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതിന്റെ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഹെഡ് എന്ന് പറയുന്ന കളക്ടറാണ്, ജില്ലാ കളക്ടറാണ്. അതിനുശേഷമാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വരുന്നത്.
അതിനുശേഷമാണ് മറ്റുള്ള ഉദ്യോഗസ്ഥർ വരുന്നത്, അതിനുശേഷമാണ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആളുകൾ വരുന്നത്, അതിനുശേഷം പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകൾ 2-3 പേര് അതിന്റെ നോമിനീസ് ഉണ്ട്. ഇതെല്ലാവരും കൂടെ ചേർന്നതാണ്. ഇതിനകത്ത് ആരോഗ്യവകുപ്പിന്റെ ലൈസൻസ് ഓഫീസർ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ 1 വർഷത്തെ ഫണ്ട് അനുവദിക്കുന്നതിന് മുമ്പില് അത്യാവശ്യ കാര്യങ്ങൾ വാങ്ങി നൽകേണ്ടത്. ആ വാങ്ങി നൽകിയ കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം അപേക്ഷ കൊടുത്തിട്ട് അത് വാങ്ങി നൽകിയില്ല എന്നുള്ള പരാതിയാണ് അദ്ദേഹം ഉന്നയിച്ചത്. ആ പരാതി കഴമ്പുണ്ടെന്ന് കാണുകയും അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാം എന്നുള്ള രീതിയിലാണ് പ്രശ്നം അവിടെ ഇല്ലാതാവുന്നത്. അല്ലാതെ ഇത് മൊത്തം ആയിരക്കണക്കിന് ഇപ്പൊ ഹാർട്ട് ഓപ്പറേഷൻ, ഇപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഹാർട്ട് ഓപ്പറേഷൻ വരെ സ്ട്രെങ്ത് വെച്ചത് വരെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അങ്ങനെ അനേകം സർജറികൾ നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയും ആരോഗ്യവകുപ്പിനെയും ചെളിവാരി എറിയാൻ വേണ്ടിയിട്ട് കൂലങ്കഷമായിട്ട്, അത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ആരോഗ്യവകുപ്പിന്റെ കാര്യത്തിൽ അഴിമതിയുടെ പേരിൽ ഒന്നും ആരോപിക്കാനില്ലാത്തപ്പോൾ ഇത്തരം ദുരാരോപണങ്ങളുമായി ചെറിയ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങളെ അല്ല ഹാരിസിന്റെ ഉദ്ദേശം, ഹാരിസിന്റെ സതുദ്ദേശപരമായ സമീപനമാണ്. അദ്ദേഹം മനംനൊന്താണ്. എന്തുകൊണ്ടാണ് ഈ സിസ്റ്റത്തിനകത്തൊരു പേപ്പർ എടുത്ത കാര്യം നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മനംനൊന്ത്. ഇതിന് ഇമീഡിയറ്റ് വിസിൽ ബ്ലോവേഴ്സ് വേണ്ടേ മഞ്ജുഷേ? നമ്മുടെ സമൂഹത്തിൽ വിസിൽ ബ്ലോവേഴ്സ് വേണ്ടേ? എല്ലാ കാര്യങ്ങളും നല്ലതായിട്ടാണ് നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു വിസിൽ ബ്ലോവേഴ്സ് തീർച്ചയായിട്ടും അങ്ങനെ സംരക്ഷണം നൽകുന്ന അല്ല, അവർക്ക് സംരക്ഷണവും വേണം. പക്ഷെ ഈ അന്വേഷണം കാട്ടി അദ്ദേഹത്തെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എത്രമാത്രം സമ്മർദ്ദത്തിലാക്കി അദ്ദേഹത്തിന് ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നു. അങ്ങനെ സമ്മർദ്ദത്തിലാഴ്ത്തിയെങ്കിലും എന്താണെങ്കിലും ആ പ്രശ്നത്തിന് കൃത്യമായിട്ടുള്ള ഒരു സമാപനം ഉണ്ടായല്ലോ. കോംപ്രമൈസിൽ എത്തിച്ചേർന്നല്ലോ. എങ്ങനെയാണ് അത്തരം സമീപനങ്ങൾ ഉണ്ടാവുന്നത്? അദ്ദേഹത്തിന് അങ്ങനെ ചിത്രീകരിച്ചോ? അങ്ങനെ കള്ളം നോക്കാനൊന്നും ശ്രമം നടത്തിയില്ല. അങ്ങനെ ആരെങ്കിലും അദ്ദേഹം പോയത് പനി ബാധിച്ചല്ല, മാനസിക സമ്മർദ്ദം കൊണ്ടാണ്. സൈക്കോളജി ഡോക്ടറെയാണ് കണ്ടതും 4 ദിവസം അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ വല്ലതും ആണോ? ഈ ആശുപത്രി മറ്റ് ജീവനക്കാരാണോ? അല്ല, ഈ മന്ത്രിയും ഈ ഡിപ്പാർട്ട്മെന്റും. ഈ സംഭവം നടക്കുന്ന പിറ്റേ ദിവസം പത്രക്കാരെ കണ്ട DME പറഞ്ഞത് എന്താണ് നമുക്ക് ഓർമ്മയില്ലേ? അദ്ദേഹത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആദ്യം പറഞ്ഞത് DME ആണ്. പിറ്റേ ദിവസം മന്ത്രി വന്ന് പറയുകയാണ് ഇവിടെ ഒരു സാധനം കാണാനല്ല. അതിനെ സംബന്ധിച്ച് ഡോക്ടർ ഹാരിസ് ഇന്ന് പറഞ്ഞു, ഏതോ ഒരുത്തം പറഞ്ഞ തെറ്റായ വിവരം കേട്ടിട്ടാണ് മന്ത്രി പറഞ്ഞതെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. അപ്പോൾ ഇത് ഉത്തരവാദിത്തപ്പെട്ട ജയരാജ് പറയുന്നത് ഇദ്ദേഹം ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളെയാണ് കുറ്റപ്പെടുത്തിയത്. അതെ, അത് സത്യത്തെ അതൊന്ന് കേൾപ്പിക്കേണ്ടതാണ് ഈ അങ്ങനെ കുറ്റപ്പെടുത്തിയെങ്കിൽ. അല്ല, അദ്ദേഹം പല കാര്യങ്ങൾക്കും മന്ത്രിക്ക് നന്ദി പറഞ്ഞു കേട്ടോ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ മന്ത്രി വന്ന് പറഞ്ഞു, വളരെ സമാധാനത്തോടെ സംസാരിച്ചു, അതുകൊണ്ട് മന്ത്രിയോട് നന്ദിയുണ്ട്. ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ ഖേദപ്രകടനം നടത്താനും ഞാൻ തയ്യാറാണ്. പക്ഷേ തെറ്റല്ല എന്നുള്ള ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മര്യാദ കൊണ്ട് അദ്ദേഹം പറയുകയാണ് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ, ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ മന്ത്രിയോട് മാപ്പ് അപേക്ഷിക്കാനും തയ്യാറുണ്ട്. അതല്ലാതെ മന്ത്രിയോട് മാപ്പ് അപേക്ഷിച്ചു എന്നൊന്നും അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. പിന്നെ ഒരു മന്ത്രി വന്ന് കാല് പിടിക്കുമ്പോൾ പിന്നെ അദ്ദേഹം എന്താണ് പറയേണ്ടത്? അദ്ദേഹം അത്രയും മാന്യനായതുകൊണ്ട് അദ്ദേഹം ഇന്നത്തോട് ഈ വിഷയം അവസാനിപ്പിച്ചു. അദ്ദേഹം അവസാനിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് മന്ത്രിക്കും തലയിൽ മുണ്ടിടാതെ റോഡിൽ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയതുകൊണ്ട് അദ്ദേഹത്തോടാണ് നന്ദി പറയേണ്ടത്. കാര്യം അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് നമുക്ക് പൊതുസമൂഹത്തിനും മനസ്സിലായി, ഈ വകുപ്പിനും മനസ്സിലായി. ഈ മുഖ്യമന്ത്രി ഈ 1.5 മാസം 2 മാസമായിട്ട് ഒരൊറ്റ പ്രാവശ്യമാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വാതുറന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ സിസ്റ്റത്തിനെ പൊതുസമൂഹത്തിൽ നശിപ്പിക്കാൻ ചിലർ ഉദ്ദേശിക്കുന്നു, അതിനോടൊപ്പം ഈ ഡോക്ടറും ചേർന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളിലല്ല ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് യാതൊന്നും പിന്നെ സംസാരിച്ചില്ല. പിന്നെ സംസാരിക്കുന്നത് മുഴുവൻ ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞത് ഫൗളായി, പിന്നീട് DME ഫൗളായി, സൂപ്രണ്ട് ഫൗളായി, പ്രിൻസിപ്പൽ ഈ നാടകം മൊത്തത്തിൽ ഈ കമ്പനി പൂട്ടിയപ്പോൾ ഇനി വേറെ ഒരു നിവൃത്തിയുമില്ല, ഇനി അഭയം പ്രാപിക്കാൻ ഡോക്ടറേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ചെന്ന് കാല് പിടിച്ചുകൊണ്ട് ഇനി മേലിൽ സംസാരിക്കരുതെന്ന് പറയുമ്പോൾ ഇത്രയും മാന്യനായ ഡോക്ടർ പറയാണ് ഇനി ഞാൻ ഒരു കാര്യത്തിലും പറയുന്നില്ല എന്ന് പറയുന്ന മാന്യതയാണ് അദ്ദേഹത്തിന്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ മുഖം രക്ഷിക്കാൻ വന്നിരിക്കുകയാണ്. കാര്യം ഇനി അദ്ദേഹം ഒന്നും പറയില്ല എന്നുള്ള കൃത്യമായ ഉറപ്പ് നൽകി. അത് ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹം ഇനി പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഗുരുതരമായ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് അന്വേഷണം വേണം. ഞാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ജയരാജ് പറഞ്ഞ പോലെ ആശുപത്രി വികസന സമിതി എന്ന് പറയുന്നത് CPMന്റെ പോഷക സംഘടനയാക്കി മാറ്റിയിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ. സ്ഥല MLAയും മേയറും മന്ത്രിയുടെ പ്രതിയും മാത്രമുള്ളൊരു സംവിധാനം.
എന്നിട്ട് ഇവർ തോന്നിയ പോലെ പ്രവർത്തിക്കും. ഇതുപോലെയുള്ള HOD-മാർ ഒരു അപേക്ഷയുമായി ചെന്നാൽ ഇവരെ മൈൻഡ് ചെയ്യത്തില്ല, ഇവർ ആ മീറ്റിങ്ങിൽ വിളിക്കത്തില്ല. മീറ്റിങ്ങിൽ വിളിച്ചിരുന്നെങ്കിൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ജനറൽ ബോഡി അംഗങ്ങളെയും ഇതിൽ പങ്കെടുപ്പിക്കാതെ 4 or 5 CPM-ന്റെ നേതാക്കൾ സൂപ്രണ്ടുമായിരുന്നു. അവർക്ക് താല്പര്യമുള്ള വിഷയം അവിടെ ക്യാൻറ്റീൻ കൊടുക്കണം CPM ഉടനെ അത് പാസ്സാക്കുന്നു. അവിടെ വേറെ ജോലിക്ക് CPM-മാരെ DFIക്കാരെ വെക്കണം, സെക്യൂരിറ്റിക്ക് വെക്കണം. ഇതെല്ലാം CPM വൽക്കരിച്ചതാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഇത്രയും വലിയ തകർച്ചയ്ക്ക് കാരണം. 4 വർഷമായി ജനറൽ ബോഡി വിളിച്ചിട്ട് ഇതിൻ്റെ നിയമം തന്നെ ഈ എക്സിക്യൂട്ടീവ് കൂടുന്ന കാര്യങ്ങൾ 6 മാസത്തിൽ ഒരിക്കൽ ജനറൽ ബോഡി വിളിച്ചാൽ അതിൽ അംഗീകാരം വേണം. ഈ 4 വർഷം കൊണ്ട് നടത്തിയതെല്ലാം നിയമവിരുദ്ധമായി മാറിയിരിക്കുകയാണ്. ആരെങ്കിലും കോടതിയിൽ പോയാൽ ഇപ്പോൾ ഈ HDS കഴിഞ്ഞ 4 വർഷമായി എടുത്ത തീരുമാനങ്ങൾ നിയമവിരുദ്ധമാണെന്ന് തെളിയും. അങ്ങനെ വന്നാൽ എന്തായിരിക്കും? ഇതിനേക്കാൾ വലിയ ഭീകരതയായിരിക്കും. താങ്കൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനുണ്ടോ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ കൺവീനർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ ഇതിന് ഉത്തരം പറയേണ്ടത് ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടറിന്റെ അടിയിൽ വരുന്നവരാണ്, അണ്ടറിൽ വരുന്നവരാണ്, അല്ലെങ്കിൽ കൂടെ വരുന്നവരാണ് ബാക്കിയുള്ള സമിതി അംഗങ്ങൾ. അതിനകത്ത് ഈ പറഞ്ഞ കണക്കുപോലെ സൂപ്രണ്ട് ഉണ്ടാവും, അതിനകത്ത് ഡോക്ടർമാരുടെ പ്രതിനിധി ഉണ്ടാവും, അതിനകത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ടാവും, സ്ഥല MLA ഉണ്ടാവും, കോർപ്പറേഷൻ മേയർ ഉണ്ടാവും, അവിടുത്തെ വാർഡ് മെമ്പർ ഉണ്ടാവും. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എല്ലാ ജില്ലകളിലും ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി നടക്കുന്നത്. എമർജൻസി ആയിട്ടുള്ള ഫണ്ട് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 4 വർഷമായി കൂടുന്നില്ലെങ്കിൽ കോടതിയിൽ പോകാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടെങ്കിൽ കോൺഗ്രസ് ധൈര്യമായി കോടതിയിൽ പോവുക. കോൺഗ്രസ് പാർട്ടിക്ക് ആർജവം ഉണ്ടെങ്കിൽ കോടതിയിൽ പോകട്ടെ. ഇത്രയും വലിയ അഴിമതിയും തെമ്മാടിത്തനവും നടന്നിട്ട് ഇനിയും നിശബ്ദനായി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോടതിയിൽ പോവുകയാണ്. ഈ HDS-ന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. ആരോപണങ്ങൾ പോയിട്ട് ആരോപണമൊന്നും വെറും ആരോപണങ്ങളൊന്നും അല്ല ഡോക്ടർ ബി ജയരാജ്. അത്രയും ഞാൻ ആശുപത്രി വികസന സമിതിയിൽ വർഷങ്ങളോളം ഉണ്ടായിരുന്ന ഒരാളാണ്. അതിന്റെ ചെയർമാൻ കളക്ടറാണ്. സെക്രട്ടറി എന്ന് പറയുന്നത് അവിടുത്തെ നിലവിലെ സൂപ്രണ്ട് അവരാണ്. ഇതിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പളാണ്. അപ്പോൾ കളക്ടർ എല്ലായ്പ്പോഴും വന്ന് യോഗത്തിൽ പങ്കെടുക്കാറില്ല. അത്രയും തിരക്കുള്ള ഒരാൾ എല്ലാ യോഗങ്ങളിലും വരത്തില്ല. അതിന് പകരം കളക്ടറേറ്റിൽ നിന്ന് അദ്ദേഹം നിയമിക്കുന്ന ഒരാൾ വരും. പക്ഷേ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് നടപ്പാക്കുന്നത് അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള നിലവിലെ സൂപ്രണ്ടാണ്. ഇത്രയും നിഷ്ക്രിയനായ ഒരു സൂപ്രണ്ടിനെ എൻ്റെ ജീവിതത്തിൽ, ഞാൻ 10-30 വർഷമായി ഈ ആരോഗ്യ മേഖലയെ മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ട് കൊടുത്തു, ഇത്രയും നിഷ്ക്രിയരായ കുറേ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ചിലർക്ക് അവിടെ അഴിമതി നടത്തണം. അല്ല സൂപ്രണ്ടിന്റെ യഥാർത്ഥ മുഖം ഇന്നലെ കണ്ടല്ലോ. കാരണം ഈ ഡോക്ടറുടെ മുറിയിൽ കയറി ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയെന്ന് പറയുവാനായിട്ട് വലിയ ഉത്സാഹമായിരുന്നു, വലിയ വ്യഗ്രതയായിരുന്നു അദ്ദേഹത്തിന്. ഈ മോർസിലോസ്കോപ്പ് കണ്ടുപിടിച്ചു, ബില്ല് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു ചെല്ലാൻ കണ്ടിട്ട് ബില്ലാണോ ചെല്ലാനാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഷ്ടമാണ് കേട്ടോ. ഈ സൂപ്രണ്ടിനെയും ഈ പ്രിൻസിപ്പലിനെയും ഒക്കെ ഇനിയും ഇല്ല എന്താണ് അത് പറയാനുള്ളതെന്ന് ചോദിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടതാണ് ഇതൊക്കെ. ഇന്നും മിണ്ടിയിട്ടേ മുഴുവൻ സോന പ്രിൻസിപ്പാൾ ഇല്ല. അദ്ദേഹത്തിന് തൊട്ടപ്പുറത്തെ ഡയറക്ടറും കൂടെയാണ് ഡയബറ്റിസ് സെന്ററിന്റെ. അദ്ദേഹം എവിടെ പോയി ഇരുന്ന് ജോലി ചെയ്യും എന്നുള്ളതാണ്. ഇത് 2 ശമ്പളം വാങ്ങുന്നു. ഇത് എന്ത് നിയമമാണ്? ഈ ഒരു മെഡിക്കൽ കോളേജ് ഇനി ഒരു കാര്യം വെളിയിൽ വരില്ല. ഇപ്പോൾ തൽക്കാലം ഈ ഡോക്ടർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ ചർച്ചയായി, കുറെ കാര്യങ്ങൾ വെളിയിൽ വന്നു. ഇനി ആ ഡോക്ടറും മിണ്ടില്ല. ആ മിണ്ടാത്ത രീതിയിലേക്കാക്കി തീർത്തിട്ടുമുണ്ട്. ഇപ്പോൾ ശ്രീ MK ഹരിദാസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ മെഡിക്കൽ ഉപകരണം ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഹൈദരാബാദിൽ നിന്ന് മെഡിക്കൽ ഉപകരണം കൊണ്ടുവന്നതാണ്. 2 ദിവസം 3 ദിവസം എടുത്തുള്ളൂ അല്ലേ മെഡിക്കൽ ഉപകരണങ്ങൾ വന്നിട്ട്. ആ സമയത്ത് തന്നെ ഈ ഡോക്ടറെ അംഗീകരിച്ചതാണ് ഇവരൊക്കെ. അപ്പോൾ ആ വിസിൽ ബ്ലോവറുടെ ഒരു പ്രൊട്ടക്ഷൻ പോലും കിട്ടേണ്ട ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ്. പക്ഷേ ആ സമയത്താണ് അദ്ദേഹത്തെ കുടുക്കുവാനുള്ള നീക്കം നടന്നത്. നമുക്ക് ആരോഗ്യമന്ത്രിയെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണോ, അതോ ഈ ഉദ്യോഗസ്ഥരുടെ മാത്രമായിട്ട് DME മുതൽ താഴോട്ടുള്ളവരുടെ മാത്രമായിട്ട് കണ്ടാൽ മതിയോ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി ഉണ്ടായിരിക്കുമല്ലോ. ആ വ്യക്തിയുടെ കഴിവ് പോലും ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കില്ല. അത്തരത്തിലുള്ള സാധാരണ ഒരു പഞ്ചായത്തിന്റെ ആരോഗ്യ കമ്മിറ്റിയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് ഇരിക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി. അവർക്ക് ഈ ആരോഗ്യ രംഗത്തെ കുറിച്ചിട്ടൊന്നും അറിയില്ല. ഞാൻ പറയട്ടെ, ഈ ശിവകുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു.
അറിയാമായിരുന്നു. അന്ന് ചാനലുകൾ ഇത്ര സജീവമല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് അച്ചടി മാധ്യമങ്ങളിലൂടെ വായിച്ച അറിവ്. പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ അത് പരിഹരിച്ചു. ശ്രീമതി ടീച്ചർ അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ചിക്കൻ ഗുനിയ പടർന്നു പിടിച്ച സമയത്ത് ഇതുപോലെ തന്നെ മരുന്ന് ക്ഷാമവും ചിക്കൻ ഗുനിയും ഒരുമിച്ച് വന്നിട്ടുള്ളൊരു സമയം. അത് ടാക്കിൾ ചെയ്യാനും ശ്രീമതി ടീച്ചർക്കും അന്നത്തെ മുഖ്യമന്ത്രിക്കുമായി. നിലവിൽ അവസ്ഥ എന്താ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ സ്തുതിപാഠകരായി നിന്ന് ക്യാപ്റ്റനാണ്, കപ്പിത്താനാണ്, ഈ കപ്പൽ ആടിയുലയുകയില്ല തുടങ്ങിയ പദപ്രയോഗങ്ങൾ നടത്താനല്ലാതെ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ കൃത്യമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരു കഴിവും ഇവർക്കില്ല. ഇവിടെ ഡോക്ടർ ജയരാജ് പറഞ്ഞു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കഴിവുകളെ പറ്റി പറഞ്ഞു. അവിടെ ഏതൊരു മന്ത്രി പോയിട്ട് സ്റ്റെൻഡ് ഇട്ട കാര്യമൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കുക ശ്രീ ജയരാജ്, ഈ സജി ചെറിയാനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ ആരോഗ്യരംഗത്തെ കുറിച്ചിട്ട് അത്ര നല്ല അഭിപ്രായമല്ല. സജി ചെറിയാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഓടിപ്പോയിട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടാണ്. മുഖ്യമന്ത്രി ചികിത്സ നേടിയിട്ട് അമേരിക്ക വരെ പോകേണ്ട അവസ്ഥ വന്നു. അത്തരത്തിലുള്ള ചികിത്സകളൊന്നും നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇല്ല എന്ന് അങ്ങ് മനസ്സിലാക്കുക. പിന്നെ അങ്ങ് പെണ്ണ് കേസിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഡോക്ടർമാരുടെ കാര്യമല്ല പറഞ്ഞത്. പെണ്ണ് കേസിൽ കുടുക്കിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ നാറ്റിച്ചിട്ട് ഭരണത്തിലേറിയ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാര്യത്തെക്കുറിച്ച് താങ്കൾ മറക്കരുത്. 2020 ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് എന്താണെന്നറിയോ? ക്ലിഫ് ഹൗസിന്റെ ഒരു മുറിയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ആ മുറിയിൽ നടന്ന കാര്യങ്ങള് എന്താണെന്ന് ഞാൻ വിളിച്ചു പറയണോ? അവനവന്റെ പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ. ഏതോ ഒരു സ്ത്രീയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു മുൻ മുഖ്യമന്ത്രിയെ വരെ സ്ത്രീ വിഷയത്തിൽ ചളിവാരി എറിഞ്ഞ നിങ്ങളാണോ? ഞാൻ പറഞ്ഞതിനെതിരായിട്ട് ഞാൻ ഡോക്ടർമാരുടെ കാര്യമല്ല പറഞ്ഞത്. സ്ത്രീ വിഷയം പറഞ്ഞുകൊണ്ടും CPM പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമെന്ന് ഇനിയും ആവർത്തിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു മുഖ്യമന്ത്രിയെ പോലും നിങ്ങൾ ആ കാര്യത്തിൽ നാറ്റിച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, ജനകീയനായ ഒരു ഡോക്ടറല്ലേ മഞ്ജുഷ ഈ മനുഷ്യൻ? ഇദ്ദേഹത്തെ ഇത്തരത്തിൽ കള്ളനാക്കിയും കുറ്റവിചാരണ നടത്തിയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് സർവീസിൽ നിന്ന് അദ്ദേഹം സ്വയം ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് കിട്ടുന്നതിന്റെ 10 ഇരട്ടി ശമ്പളത്തിൽ അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രികൾ കൊത്തിക്കൊണ്ടുപോകില്ലേ? ആ മനുഷ്യനെ 4 ദിവസം സൈക്കാട്രി ട്രീറ്റ്മെന്റിലേക്ക് ആക്കത്തക്ക തോതില് സമ്മർദ്ദം സർക്കാരിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ എന്ത് ആരോഗ്യ രംഗത്ത് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ആരോഗ്യരംഗത്ത് ഒരു ഡോക്ടർക്ക് ആരോഗ്യരംഗത്ത് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ആരോഗ്യരംഗത്തെ എല്ലാം നേടി ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ കണ്ടിട്ട് അത് പഞ്ചനക്ഷത്ര ഹോട്ടലാണെന്ന് ധരിക്കുന്നു. പണക്കാർ പോലും ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾ വിട്ടിട്ട് സർക്കാർ ആശുപത്രികളിലേക്ക് ചികിത്സ തേടി പോകുന്നു. അത്തരത്തിൽ പണക്കാർ സർക്കാർ ആശുപത്രികളിലേക്ക് ചികിത്സ തേടി പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഡോക്ടർ ഹാരിസിനെ പോലുള്ളവരുടെ കൈപുണ്യം അനുഭവിച്ചറിയാനും അത്തരത്തിലുള്ള ഡോക്ടർമാരെ ചികിത്സ നേടാനും വേണ്ടിയിട്ടാണ്. അല്ലാതെ ആശുപത്രി കെട്ടിടത്തിന്റെ ഭംഗി കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കൊണ്ടിട്ടല്ല. മഞ്ജുഷ, ഞാൻ നിർത്തുകയാണ്. ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഒരു മെഡിക്കൽ കോളേജിന്റെ ഒരു കെട്ടിടം തകർന്നു വീണിട്ട് ഒരു സ്ത്രീ മരിച്ചു. അവിടെയുമുണ്ട് ഇപ്പോൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാതിരി മൊണ്ണനായിട്ടൊരു സൂപ്രണ്ട്. ആ സൂപ്രണ്ട് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ആരും ആ ബിൽഡിങ്ങിലേക്ക് ആരോടും പോവാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അവരെ ആ സൂപ്രണ്ടിനെതിരെ ചെറുവിരൽ അനക്കാൻ ഈ സർക്കാരും ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടുണ്ടോ? ഇവിടെ ഒരു വലിയ സത്യം വിളിച്ചു പറഞ്ഞൊരു ഡോക്ടറെ കള്ളനാക്കിക്കൊണ്ട് കൃത്രിമമായി ബില്ലുണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ഒരു ടീമിനെ നിശ്ചയിച്ചുകൊണ്ട് ലജ്ജയില്ലേ? ശരി, അതാണ് വിഷയം ഡോക്ടർ ബി ജയരാജ്. മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഈ ഒരു ഡോക്ടറെ അദ്ദേഹം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് ശിക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കള്ളനാക്കി ചിത്രീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കാൻ കുറച്ചാളുകളെങ്കിലും വിശ്വസിച്ച് കാണുമല്ലോ സ്വാഭാവികമായിട്ടും. ഇതെന്താണ് ഈ ഡോക്ടർ കാണിച്ചത്? ഒരു മെഡിക്കൽ ഉപകരണം അവിടെ ഉണ്ടായിരിക്കെ അതെന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? അത് കാണാതായത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള സംശയം സ്വാഭാവികമായിട്ടും ഡോക്ടർ ഹാരിസിനെതിരെയും ഉണ്ടായി. അപ്പോൾ തെളിയിക്കേണ്ട ബാധ്യതയും ഈ അന്വേഷണം നടത്തിയവർക്കായിരുന്നു. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിന് ഒരു കടലാസിൻ്റെ പോലും വിലയില്ല എന്ന് മനസ്സിലായില്ലേ? ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിടുവാനായിരുന്നു വ്യഗ്രത. ഡോക്ടറിന് പോലും ആ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നാണ് ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. ഇനി അതിനുശേഷം കിട്ടിയോ എന്നറിയില്ല. ആ റിപ്പോർട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനായിരുന്നു വ്യഗ്രത. എന്നിട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഫോണിൽ വിളിച്ച് നിർദ്ദേശം കൊടുക്കുകയാണ് അതിൽ ഡോക്ടർക്കെതിരെ കണ്ടെത്തിയ കാര്യങ്ങൾ പറയുവാൻ. എന്നിട്ട് 1 by 1 ആയിട്ട് ആ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അത് വായിക്കുകയാണ്. 1, 2, 3 അടിസ്ഥാനത്തിൽ അത് അദ്ദേഹം പെട്ടെന്ന് വായിച്ചു തീർക്കുകയാണ്. ആ വ്യഗ്രത ആ മുഖത്ത് പ്രകടമായിരുന്നു. ഇത് എത്രയും പെട്ടെന്ന് ലോകത്തെ അറിയിക്കണം. ഈ ഡോക്ടർ കൊള്ളരുതാത്തവരാണ്, കള്ളനാണ്. ഈ കാര്യങ്ങൾ ഈ ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി
എന്തെല്ലാം കുൽസിത നീക്കങ്ങളാണ് നടന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പൊതുജനം സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെല്ലാം സംശയിക്കുന്ന കാര്യമാണ്. ഈ പ്രിൻസിപ്പലിനും ഈ സൂപ്രണ്ടിനും എന്ത് റോളായിരുന്നു, എന്ത് വേഷമായിരുന്നു എന്നുള്ള കാര്യം, ആരുടെ തിരക്കഥയ്ക്കനുസരിച്ചാണ് ഇവരാടിയത് എന്ന്. മഞ്ജുഷ, ഇതിനകത്ത് മഞ്ജുഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പിൽ എനിക്ക് ചെറിയ 2 മറുപടി കൂടെ പറയണം. ഒന്ന്, കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണോ ശ്രീ MK ഹരിദാസ് ഇങ്ങനെ സംസാരിക്കുന്നത്, അതോ ഇനി അറിഞ്ഞിട്ട് അറിയാത്തതുപോലെ നടിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. കാരണം മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോയതിനെ കുറിച്ചാണ്. അവിടെ പോയത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്നത് അവിടെയാണ്. അത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ഒരു രോഗമാണ്. ആ രോഗത്തിനുള്ള ചികിത്സ, ഏറ്റവും മികച്ച ചികിത്സ അവിടെ. അതായത് കേരളത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ്, പ്രാഥമിക ചികിത്സാ രീതികളാണ് ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് വരെയുള്ള ഹൈടെക് ചികിത്സയ്ക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, സാധാരണക്കാരന് പ്രാപ്യമായ ചികിത്സകൾക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്, ഏതോ ഒരു മന്ത്രിയല്ല, കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഹൃദയ ശസ്ത്രക്രിയയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നടന്നത്. അങ്ങനെ സാധാരണ ലേമാൻ പറയുന്ന കണക്കോലെ MK ഹരിദാസ് സംസാരിച്ചത് ഒട്ടും ശരിയായില്ല. അതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുന്നത് അത് കേട്ടോണ്ടിരിക്കുന്നവരെ കുറെ പേരെങ്കിലും വിഡ്ഢികളാക്കാൻ സഹായിക്കുമെന്നല്ലാതെ അങ്ങേരുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ അറിവില്ല എന്ന് നടിക്കുന്നത്, അറിവില്ലായ്മ എന്ന് ഞാൻ പറയില്ല, അറിവില്ലായ്മ നടിക്കുന്നത് നാട്ടുകാരുടെ മുന്നിൽ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞത് ഒരു കാര്യം, ചികിത്സയ്ക്ക് മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് പറ്റില്ല. ഇവിടെ എയിംസ് ഇല്ലേ മിസ്റ്റർ, ഈ ചെന്നൈയിൽ അപ്പോളോ ആശുപത്രി ഇല്ലേ മിസ്റ്റർ, ഇവിടെ ഒന്നും ഇത്തരത്തിലുള്ള ചികിത്സകൾ കിട്ടുന്നില്ലേ? അപ്പൊ സാധാരണക്കാരന് ഇതേ രോഗം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈമറി ചികിത്സ കൊണ്ട് തൃപ്തിപ്പെട്ടോളൂ. എനിക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ അത് മയോ ക്ലിനിക്കിൽ ചികിത്സിക്കൂ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണോ കേരളത്തിലെ 3,40,00,000 ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഏറ്റെടുക്കുന്നത്? എന്ത് വിവരക്കേടാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇവിടെ പ്രൈമറി ചികിത്സയെ ലഭിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് താങ്കൾ പറയൂ, ഞാൻ മാപ്പ് പറയാം. അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് താങ്കൾ പറയൂ. കേരളത്തിലോ ഇന്ത്യയിലോ ഒരു സ്റ്റേറ്റിലും കിട്ടാത്ത ചികിത്സ കിട്ടേണ്ട എന്ത് അസുഖമാണ് അദ്ദേഹത്തിനുള്ളത്? ഇവിടുത്തെ എയിംസ് എന്താ മോശപ്പെട്ട ആശുപത്രിയാണോ? എത്രയോ വിദേശികൾ ഈ എയിംസിൽ വന്നിട്ട് ചികിത്സ തേടി പോകുന്നു. അപ്പോളോ ആശുപത്രിയിൽ എത്രയോ വിദേശികൾ വന്ന ചികിത്സ, ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ചികിത്സയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അപ്പോളോ ആശുപത്രിയിൽ പോയിട്ടില്ലേ? ഇവിടെ ഒരു ഡോക്ടർ വിളിച്ചു പറയുക ഇവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം പെട്ടിയും കിടക്കയും സ്വന്തം ഫാമിലിയെയും കൊണ്ട് മയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന ഒരു മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്പർ 1 ആയത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കാര്യത്തിലാണ്, അദ്ദേഹം സമ്മതിച്ച ഒരു കാര്യമാണ്. പക്ഷേ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ നമ്മൾ ഒന്നും നേടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായിട്ട് പാങ്ങപ്പാറ ഒരു 5 കിലോമീറ്റർ വ്യത്യാസം ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അവിടുത്തെ 3 ഡോക്ടർമാർക്കും 4 നേഴ്സുമാർക്കും മറ്റ് ഫാർമസി ജീവനക്കാർക്കും ക്ലീനിങ് ജീവനക്കാർക്കും പിരിച്ചുവിടാൻ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് ശമ്പളം കഴിഞ്ഞ 2 മാസമായി ശമ്പളം കിട്ടുന്നില്ല. പ്രാഥമിക ഹെൽത്ത് സെൻ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്പർ 1 ആയതുകൊണ്ടാണ് അവിടുത്തെ 16 ജീവനക്കാർ, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വാർത്ത വന്നതാണ്, 16 ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്തത് കൊണ്ട് 2 മാസം ശമ്പളം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്പർ 1 ആരോഗ്യ കേരളം. പക്ഷേ അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പറയരുത്, വിളിച്ചു പറയരുത്. അതാണ് അത്. ഇടത് സഹയാത്രികർ CPM സഹയാത്രികരാണെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. പക്ഷെ അതെന്താണോ അത് ആ തിരക്കഥ എഴുതിയത് ശരിയായില്ല. ജയരാജ് ആ തിരക്കഥ എഴുതിയത് ശരിയായില്ല. മാത്രമല്ല പ്രിൻസിപ്പലൊക്കെ അത് ആടിയ രീതിയും ശരിയായില്ല. കാരണം അദ്ദേഹത്തിന് പരിഭ്രമമായിരുന്നു, അദ്ദേഹം പരിഭ്രമിച്ചു പോയി ശരിക്കും. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചോട്ടെ, ഈ ബാലഗോപാലിന് സ്റ്റെന്റ് കിട്ടിയെന്ന് പറഞ്ഞത് സത്യമാണ്. ഞാനൊന്ന് പറയട്ടെ. ശരി, എന്റെ ചാൻസ് അല്ലേ? ഞാൻ ഒരു മറുപടി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പറയുന്നതിന് മുമ്പില് അദ്ദേഹത്തിനോട് മറുപടി വെച്ചു. ഇനി എനിക്ക് എന്റെ അവസരമല്ലേ, ഞാനത് പറഞ്ഞു തീർത്തോട്ടെ. രണ്ടാമത്തെ കാര്യം, ഉമ്മൻചാണ്ടിയുടെ പ്രശ്നം പറഞ്ഞത്, ഉമ്മൻചാണ്ടിയുടെ ആരോപണം കൊണ്ടുവന്നത് ഇടതുപക്ഷമൊന്നുമല്ല, ഇവിടുത്തെ CPM-കാരൊന്നുമല്ല, പാളയത്തിലെ പടയാണ് ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത്. ആദ്യം ഈ ആരോപണം കൊണ്ടുവരുന്നത് കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന ആരോപണത്തിനകത്താണ് അത് കെ മുരളീധരനായിക്കോട്ടെ, മറ്റുള്ള VD സതീശനായിക്കോട്ടെ, നിയമസഭയ്ക്കുള്ളിൽ നടക്കിയ പ്രസംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് പേഴ്സണൽ സെക്രട്ടറിക്കെതിരെ കേസെടുക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അതിനുശേഷമാണ് ഇടതുപക്ഷം ആ വിഷയം ഏറ്റെടുത്തത്.
പിന്നെ അതിന്റെ മെറിറ്റുകളിലേക്കൊന്നും പോകണ്ട. പിന്നെ മുഖ്യമന്ത്രിയുടെ അസുഖം എന്താണെന്ന് ഒരു TV ചാനലിലൂടെ വിളിച്ചു പറയാനുള്ള അത്രയ്ക്കുള്ള എത്തിക്സും മോറൽ വാല്യൂസും ഒക്കെ എനിക്കുണ്ട്. അത് ചാലഞ്ച് ചെയ്യാൻ അദ്ദേഹത്തിന് അത്രയും മോറൽ വാല്യൂസ് എത്തിക്സ് ഒക്കെ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഒരാളുടെ അസുഖത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ അസുഖത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു കാര്യം, എന്ത് ചികിത്സക്കാണ് അദ്ദേഹത്തിന് പോണതെന്ന് എന്റെയും കൂടി നികുതി പണം എടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഓരോരുത്തർ പ്രിവിലേജ് എന്ന് പറയണം, ആ മര്യാദ കാണിക്കണം. അതിന് പ്രശ്നങ്ങളൊന്നും ഹരിദാസേ, ജനാധിപത്യമാണെന്നോ? ജനാധിപത്യമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാലേ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ലീഡേഴ്സാണ്. ആ ലീഡേഴ്സ് എന്ന് പറയുന്നത് പ്രിവിലേജ് ക്ലാസ് തന്നെയാണ്. താങ്കൾക്ക് മുഖ്യമന്ത്രിക്കും ഒരേ തരത്തിലുള്ള ചികിത്സ കിട്ടണമെന്നൊക്കെ നിശ്ചയിക്കുന്നത് അത് 10,000-കണക്കിന് ആളുകളുടെ ലീഡറാണ്, കോടിക്കണക്കിന് ആളുകളുടെ ലീഡറാണ്. ആ ലീഡറിന്റെ ചികിത്സ വ്യത്യസ്തമാണ്, താങ്കളുടെ ചികിത്സ വ്യത്യസ്തമാണ്. അതിനെ രണ്ടിനെ എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ഒരു കാരണവശാലും അതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു MLA-യുടെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു MP-യുടെ സൗകര്യം എന്തൊക്കെയാണ്, അതെല്ലാം ജനങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മളെ ഭരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ആളുകള് പ്രിവിലേജ് ക്ലാസ് ആണ്. താങ്കൾക്ക് അത്തരം പ്രിവിലേജുകളൊന്നും ഇല്ലെന്നേ. താങ്കൾക്ക് അത്തരം പ്രിവിലേജുകളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് പ്രാഥമിക ചികിത്സാ രംഗത്ത് എന്ന് പറഞ്ഞത് ചുമ്മാതെ എന്ന് പറയാതെ, അറിവില്ലെങ്കിൽ ചുമ്മാതെ വെറുതെ രാവിലെ തൊട്ട് വൈകുന്നേരം ഇരുന്ന് ഇങ്ങനെ പുലഭ്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ താങ്കളുടെ കള്ളത്തരം മാത്രമേ വെളിവാകത്തുള്ളൂ. താങ്കളുടെ കള്ളത്തരം മാത്രമേ വെളിവാകത്തുള്ളൂ. താങ്കളുടെ കള്ളത്തരം മാത്രമേ എല്ലാ ദിവസവും വന്നിരുന്ന് ഇങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വളരെ വ്യക്തമാണ്. സംസാരിക്കുന്നത് താങ്കൾക്ക് എന്ത് സംസ്കാരമാണുള്ളത്? ഒരു MK ഹരിദാസിനെ കൊച്ചാക്കിക്കൊണ്ട് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയുന്ന മറുപടി താങ്കളുടെ സംസ്കാരമില്ല. താങ്കളൊരു കാര്യം മനസ്സിലാക്കുക. താങ്കൾക്ക് വിവരമില്ലെന്നോ, താങ്കൾ വിവരം കെട്ടവനാണെന്നോ, താങ്കൾ വിഡ്ഢിയാണെന്നോ, താങ്കൾക്ക് തലയ്ക്ക് സുഖമില്ലെന്നോ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞോ? ആ ഭാഷ ഞാൻ ഉപയോഗിക്കണമായിരുന്നു. ആ ഭാഷ ഞാൻ ഉപയോഗിക്കണമായിരുന്നു. അത് ഉപയോഗിക്കാതെ മാന്യമായ ഭാഷയിൽ തന്നെയാണ്, വളരെ മാന്യമായ ഭാഷയിലാണ് ഞാൻ സംസാരിച്ചത്. താങ്കളോട് ഞാൻ വളരെ മാന്യമായ ഭാഷയിലാണ് ഇതുവരെ സംസാരിച്ചത്. താങ്കളുടെ അങ്ങേറ്റം മോശം. അത് കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയത് ഹരിദാസേ. താങ്കൾ പോയിരുന്നു കോളേജിൽ പഠിക്കണമായിരുന്നു, താങ്കൾ പഠിക്കാൻ പോകണമായിരുന്നു. അതില്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പേരിന് ഡോക്ടർ എഴുതി വെച്ചിരുന്ന കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ചുമ്മാതെ കേട്ടോ, താങ്കൾ കോളേജിൽ പോയിരുന്നു പഠിക്കണമായിരുന്നു. ആ സമയത്ത് പ്രോപ്പർ ചാനൽ നടത്തിക്കൊണ്ട് നടക്കരുതായിരുന്നു. പ്രോപ്പർ ചാനൽ നടത്തിക്കൊണ്ട് ആരും വീണ്ടും പറയുന്നു, 12 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളില്ലാതെ ഓപ്പറേഷൻ മുടങ്ങി എന്നൊരു ഡോക്ടർ വിളിച്ചു പറയുക. പിറ്റേ ദിവസം ഒരാള് 46 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് വിദേശത്തേക്ക് മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോകുന്നത് കേരളത്തിന് അപമാനകരമായിട്ടുള്ള കാര്യമാണ്. വീണ്ടും ആവർത്തിക്കണം. അത് എന്ത് അസുഖമായാലും ശരി, ഞാൻ ഈ സമയത്ത് ഇല്ല എന്ന് പറയാനുള്ള ഒരു മാന്യതയാണ് അദ്ദേഹം കാണിക്കേണ്ടത്. അല്ലാണ്ട് MK ഹരിദാസിന്റെ പ്രിവിലേജില് എന്നെ മയോ ക്ലിനിക്കിൽ കൊണ്ട് ചികിത്സിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇന്നും ഞാൻ ഡോക്ടറെ കണ്ടിട്ടുണ്ട്. അതിന് മരുന്ന് വാങ്ങാനും ഡോക്ടറെ കാണാനും ഞാൻ എന്റെ പോക്കറ്റിൽ നിന്നാണ് പൈസ ചെലവാക്കിയിരിക്കുന്നത്. എന്റെ പൈസ എടുത്തിട്ട് ആരെന്ത് ചെയ്താലും അതിനെ വിമർശിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ശ്രീ ഡോക്ടർ ബി ജയരാജ്, ശ്രീകുമാർ, ഇവിടെ ഈ വിസിൽ ബ്ലോവേഴ്സ് നിയമം അത് ഈ ഡോക്ടർക്ക് സഹായകരമായി നിൽക്കുന്ന ഒന്നുകൂടിയാണല്ലോ. അതുകൂടി മറച്ചു വെച്ചുകൊണ്ടല്ലേ ഈ ഡോക്ടർക്കെതിരെ നടപടിക്ക് അത്. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്, ഈ ഡോക്ടർ പറയുന്ന സതുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അങ്ങനെ ഒരു പരിരക്ഷ കിട്ടും. അപ്പോൾ അങ്ങനെ അല്ല, ഡോക്ടർക്ക് തന്നെ വീഴ്ച പറ്റി അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇത് തുറന്നു പറച്ചിൽ നടത്തിയതെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമല്ലേ അവിടെ കണ്ടത്? തീർച്ചയായിട്ടും 2014 വന്നൊരു നിയമമാണ്. ആ നിയമപ്രകാരം അദ്ദേഹം സതുദ്ദേശപരമായിട്ടാണ് പറഞ്ഞതെന്ന് പൊതുസമൂഹത്തിനും ഗവൺമെന്റിനും ബോധ്യമുണ്ട്. അദ്ദേഹത്തിന് ഒരു നടപടി എടുത്താൽ അദ്ദേഹം ഈ നിയമം ഉപയോഗിച്ച് ആ നടപടിയെ ചെറുക്കും. ആ നടപടി പ്രാബല്യത്തിൽ വരാൻ പറ്റാതെയാവും. അതും കൂടി ഇതിനകത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് അപ്പോൾ തടയണമെങ്കിൽ അവിടെ ഒരു അന്വേഷണ റിപ്പോർട്ട് വേണം. അന്വേഷണ റിപ്പോർട്ട്, ആ അന്വേഷണ റിപ്പോർട്ട് യഥാർത്ഥത്തില്ല. അവരാകെ കുറച്ച് കള്ളത്തനങ്ങൾ ഉള്ള ഈ മന്ത്രിയുടെ ഓഫീസ് പറഞ്ഞ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടായിട്ടാണല്ലോ പരിഗണിക്കുക. അല്ല, ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ എന്താണ്? അവർ പോയി പരിശോധിക്കാത്ത ഒരു റൂമിൽ ആ മിഷൻ ഇല്ല എന്ന് പറഞ്ഞു. ആ മിഷൻ ഇല്ല എന്ന് ഇവരോട് ആര് പറഞ്ഞു? ഇവർ പോയിട്ടില്ല പരിശോധിച്ച്. റിപ്പോർട്ട് തന്നതിന് ശേഷം ആ റിപ്പോർട്ടിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ പോകുന്ന പ്രിൻസിപ്പലും സൂപ്രണ്ട് അവിടെ കണ്ടപ്പോഴേ എന്താണ് ഏതോ പെട്ടി എന്ന് പറഞ്ഞിട്ട് ഏതോ പെട്ടി എടുത്തു, ഇതാണ് മറ്റേ സാധനം എന്ന് പറയുന്നു.
ഈ കൊറിയർ സർവീസിൽ നിന്ന് കൊണ്ടുവന്ന ചെല്ലാൻ കണ്ട് എടുത്ത് പറയുന്നു കഴിഞ്ഞ മാസം ഓഗസ്റ്റിൽ വാങ്ങിച്ച ബില്ലാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ വിവരക്കേടുകളാണ് അവിടെ നടന്നത്. അല്ലാതെ ഈ ഡോക്ടറിനെ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ആദ്യം പറഞ്ഞു കാല് പിടിച്ച് ദയവ് ചെയ്ത് ഇനി ഒന്നും പറയലും, ഈ ഗവൺമെൻറ്റിനെ 6 മാസം കൂടി തുടരാൻ അനുവദിക്കണമെന്ന് കാല് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നിർത്തിയത്. പിന്നെ ഡോക്ടർ ജയരാജ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഈ ധനകാര്യമന്ത്രിക്ക് സ്റ്റെൻഡ് ഇട്ടു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ധനകാര്യമന്ത്രിക്ക് മാത്രമേ അത് അവിടെ നിന്ന് കിട്ടുന്നുള്ളൂ. പാവപ്പെട്ടവന്മാർ സ്റ്റെൻഡ് കിട്ടാനില്ലാതെ എത്രയോ പേര് അവിടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് കഴിയുകയാണെന്ന് പറയും. 30 കോടി രൂപയാണ് സ്റ്റെൻഡ് വാങ്ങിച്ച കമ്പനികൾക്ക് കൊടുക്കാനുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സാധനങ്ങൾ സപ്ലൈ ചെയ്ത HLLന് 30 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് പല കമ്പനികൾക്കും കൊടുക്കാനുള്ള പൈസ കാരുണ്യ ഫണ്ടിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് HDSൽ നിന്ന് തന്നെ 10-200 കോടി രൂപ കൊടുക്കാനുണ്ട്. ഇതൊക്കെ മന്ത്രിമാർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സാധാരണ ജനത്തിന് അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനം വാങ്ങിക്കൊടുക്കണം. ഡോക്ടർ ഹാരിസ് പറഞ്ഞതാണ്. ഡോക്ടറെ കാര്യം പറഞ്ഞതാണ്. അതായത് വെളിയിൽ നിന്ന് വെളിയിൽ നിന്ന് രോഗികളെല്ലാം കൂടി ഷെയർ ഇട്ട് വാങ്ങിച്ചു കൊടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അപകടം അതിനകത്തുണ്ട്. കമ്പനി തന്നെ അതിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ഇല്ലാത്ത ഉപകരണങ്ങൾ ഇതിൽ ഉപയോഗിച്ചാൽ ഇതിൽ വരുന്ന ഡാമേജ് കമ്പനി ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായി നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകണം. അവിടെ മിഷനിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയാൽ ചിലപ്പോൾ ഡോക്ടറിൻ്റെ സേവനം മാത്രമാണ് അവിടെ നിന്ന് കിട്ടുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം, ആ ഓർത്തോ വിഭാഗം ഡെയിലി എത്ര ആക്സിഡൻറ്റ് കേസുകൾ വരുന്നു. അവിടെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ സ്വന്തമായിട്ടില്ല. ഈ ഡ്രില്ലിംഗ് മെഷീൻ 4000-5000 രൂപയ്ക്ക് തൊട്ടടുത്തുള്ള ഈ കടകളിൽ പോയി വാടകയ്ക്ക് എടുക്കുക. അവിടെ 2 സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളത്. ഈ ചില ഡോക്ടർമാരുടെ ഏജൻറ്റുമാരാണ് ആ സാധനം അവിടെ നടത്തുന്നത്. ഒരു ഡ്രില്ലിംഗ് മെഷീന് 2 ലക്ഷം രൂപയെ വിലയുള്ളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 10-20 വർഷമായി ഡ്രില്ലിംഗ് മെഷീൻ ഇല്ല. ഒരു 2 ലക്ഷം രൂപയുടെ ഉപകരണം വാങ്ങിച്ചു വെച്ചാൽ എന്താ? അപ്പോൾ ഇതെല്ലാം കമ്മീഷൻ വ്യവസ്ഥയിൽ പാവങ്ങളെ പിഴിഞ്ഞുകൊണ്ടുള്ള നടപടികളാണ് ഇവിടെ നടക്കുന്നത്. അത് കണ്ടില്ല എന്ന് അടിച്ചിട്ട് അതിനെ വെള്ളം ഉഷിയിട്ടേ കാര്യമില്ല. താങ്കൾ സോളാർ കേസിൻ്റെ കാര്യം പറഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ ഇത്രയും വിവരക്കേട് താങ്കളുടെ വായിൽ നിന്നും ഉണ്ടാവരുത്. കാര്യം ഉമ്മൻചാണ്ടിക്കെതിരെ കേസ് ആരോപണം കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാണെന്ന് പറയുന്ന ഇത്ര വിവരക്കേട് താങ്കൾക്ക് ഇത് എവിടെ നിന്ന് എങ്ങനെ പറയാൻ തോന്നുന്നു? ഇത് പൊതുസമൂഹം കേൾക്കുകയല്ലേ? ശ്രീ VS അച്യുതാനന്ദൻ അദ്ദേഹം അന്തരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പാർട്ടിയുടെ വലിയ ശക്തനായിരുന്നപ്പോൾ അദ്ദേഹം എന്തെല്ലാം തരത്തിൽ ഉമ്മൻചാണ്ടി ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. സെക്രട്ടേറിയറ്റിൻ്റെ വളഞ്ഞുകൊണ്ട് അവിടെ നാറ്റിച്ച സമരം നടത്തിയത് CPM അല്ലേ? ഉമ്മൻചാണ്ടിയെ നെഞ്ചിന് കല്ലെറിഞ്ഞത് CPM അല്ലേ? എന്നിട്ട് കല്ലെറിഞ്ഞ ആൾ ഇന്നിപ്പം കോൺഗ്രസിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നെറികെട്ട സമരങ്ങളും നീതീകരിക്കാത്ത കാര്യം ഡോക്ടർ ഹാരിസ് സാർ പറഞ്ഞതുപോലെ ഏത് പെണ്ണ് കേസിലും പെടുത്തും, ആരെയും പെടുത്തും. അതിന് ഒരു മടിയുമില്ലാത്തവർ. നിങ്ങൾക്കെതിരെ ശബ്ദിച്ചാൽ നിങ്ങൾ 51 വെട്ടിക്കൊല്ലും. ഇതെല്ലാം നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ് ജനങ്ങളെയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും. നിങ്ങൾക്കെതിരെ ശബ്ദിച്ചാൽ ശക്തമായ നടപടിയുണ്ടാക്കും. ഇത് സത്യമാണ്. ഇത് ഇവിടെ എന്തായാലും ശബ്ദിച്ച ഒരു ഡോക്ടറെ നിശബ്ദരാക്കുവാനുള്ള ശ്രമം നടന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഡോക്ടർ B. ജയരാജ്, ഇവിടെ ശ്രീകുമാർ മെഡിക്കൽ കോളേജിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് കേട്ടോ. അതിൽ കുറേയേറെ കാര്യങ്ങൾ ഈ ഡോക്ടർ തുറന്നു പറഞ്ഞതുമാണ്. ഈ വെളിയിൽ നിന്ന് ഉപകരണങ്ങൾ രോഗികൾക്ക് വാങ്ങിക്കേണ്ട ഗതികേട് വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഇനി ഈ ഡോക്ടറിൽ നിന്ന് വെളിയിലേക്ക് വരില്ല. ഡോക്ടർ ഇനി മിണ്ടില്ല. അത് ഈ കേരളീയ സമൂഹത്തിന് തന്നെ ഒരു ദോഷകരമായ കാര്യമാണ്. ആ ഡോക്ടർക്ക് തുറന്നു പറയുവാനുള്ള അവസരം ഇനിയില്ല. കാരണം അദ്ദേഹത്തിന് വിസിൽ ബ്ലോവേഴ്സ് നിയമത്തിൻ്റെ പരിരക്ഷ നൽകുവാൻ തയ്യാറല്ല. അദ്ദേഹത്തെ അത് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. നൽകിയാൽ അദ്ദേഹം ഇനിയും പറയും. അദ്ദേഹം ഇനി പറഞ്ഞാലും ഈ സർക്കാരിന് ഒരു നടപടി എടുക്കാൻ പറ്റില്ല. ഈ നിയമം അദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ട്. ഞാൻ പറയട്ടെ അദ്ദേഹത്തിനോട് മിണ്ടായിരിക്കാൻ പറയും. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാമോ? ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയ നൽകിയതിന്റെ പേരിൽ അവാർഡ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനാണ്. നാഷണൽ അവാർഡാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയ. ഇത്രയും ഹൃദയ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ സ്റ്റെൻഡ് ഇല്ലാത്ത സാധാരണക്കാരന് കൊടുക്കാത്ത അദ്ദേഹം പറഞ്ഞത് കേട്ടാൽ ധനകാര്യമന്ത്രിക്ക് മാത്രമാണ് സ്റ്റെൻഡ് ഇട്ടു, ബാക്കി എല്ലാവരും സ്റ്റെൻഡ് ഇല്ല. എന്തെല്ലാം അബദ്ധങ്ങളാണ് ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ സൊസൈറ്റിയിൽ അംഗമായിരുന്ന ആളാണെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. എനിക്കറിയില്ല അതിന്റെ വാസ്തവം എന്താണെന്നുള്ളത്. പക്ഷേ ഇദ്ദേഹം അവകാശപ്പെടുന്നതനുസരിച്ച് ഉള്ളതാണെങ്കിൽ ഉള്ളത്, ഞാൻ അതിനെ എതിർക്കുന്നില്ല. എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ എത്ര ശസ്ത്രക്രിയകളാണ് നടക്കുന്നത് ഒരു ദിവസം? ഇപ്പോൾ ഈ സാധാരണ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാറിയിട്ട് എത്രയധികം ആളുകളാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലേക്കും സാധാരണ ചികിത്സാ രീതികളിലേക്കും വരുന്നത്.
പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ പറ്റാത്തത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് ഇപ്പൊ ചികിത്സ ആളുകൾ കിട്ടാനില്ലാത്ത ഒരവസ്ഥയിലാണ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും. ഇത് മാത്രമല്ല, എല്ലാ മെഡിക്കൽ കോളേജുകളും അവിടെ നടക്കുന്ന ചികിത്സയെക്കുറിച്ച് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്കിലും ഒരു ബേസിക് ആയിട്ടൊന്ന് എടുത്ത് പരിശോധിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള അഭിപ്രായം പറയുക, ഇത്തരത്തിലുള്ള കാർഡടച്ചിട്ടോ വെടിവെക്കുക. അത് കൃത്യമായിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പേരിൽ നമുക്ക് സംസാരിക്കാം. പിന്നെ ഈ പറഞ്ഞതാണ് ഇതിനകത്തുള്ള ഒരു വിഷയം. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ ഇതിനകത്ത് ഞാൻ താങ്കളുടെ അവസരം വരുമ്പോൾ സംസാരിക്കാൻ അവസരം തരാം. താങ്കൾ സംസാരിച്ചോളൂ. ഞാൻ എന്റെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഞാൻ ഇതുകൊണ്ടാണ് അത് പറഞ്ഞത്. എനിക്ക് അവിടെ നടക്കുന്ന ഇപ്പൊ കണ്ണാശുപത്രിയിൽ നടക്കുന്ന ഓപ്പറേഷന്റെ കണക്ക് എനിക്കറിയാം. ഞാൻ അവിടെ ഓപ്പറേഷന് പോയ ഒരാളാണ്. കാസർഗോഡ് മുതൽ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള രോഗികളാണ് ഇവിടെ വരുന്നത്. RCCയിൽ നടക്കുന്ന എന്തെല്ലാം ചികിത്സാ രീതികളാണെന്ന് നമുക്കറിയാം. SCTയിൽ നടക്കുന്ന ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. മെഡിക്കൽ കോളേജിൽ ഓരോ ആവശ്യങ്ങൾക്ക് പോകുമ്പോഴും നമ്മൾക്കറിയാം എന്തെല്ലാം ചികിത്സകൾ. ഞാൻ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് എന്തെല്ലാം സർജറികൾ അവിടെ നടക്കുന്നതെന്നും അവർക്ക് എന്തെല്ലാം മരുന്നുകൾ അവിടെ അവൈലബിൾ ആണെന്നും ഇനി അവൈലബിൾ അല്ലാത്ത എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നും ഒക്കെ കൃത്യമായിട്ട് ദൈനംദിനം ഞാൻ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കണ്ണിന്റെ ഒരു സർജറിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് നാളുകളായിട്ട് കണ്ണാശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവിടെ ചെല്ലുന്നുണ്ട് ഞാൻ. അവിടുത്തെ ആളുകൾ, അവിടുത്തെ OP, ഒരു ദിവസത്തെ OP 300-400 OP ആണ് ഒരു ദിവസം കാണുന്നത്. അതിനനുസരിച്ചുള്ള സർജറികളാണ് അവിടെ നടക്കുന്നത്. അത് കാറ്ററാക്ട് സർജറി ആയിക്കോട്ടെ, മറ്റെന്ത് സർജറി ആയിക്കോട്ടെ, ഇതെല്ലാം അവിടെ നടക്കുകയാണ്. ഇതെല്ലാം സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇതുപോലെ രോഗികളുടെ എണ്ണം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ, ഒരു ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റിയെക്കാളും കൂടുതൽ രോഗികൾ വന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ കണക്കോലെ അഡ്മിനിസ്ട്രേഷന്റെ പാകപ്പിഴയുടെ ഭാഗമായിട്ട് അല്ലെ റെഡ് ടേപ്പിസത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ചില തകരാറുകളുണ്ടാവും. അതിനെല്ലാം റെക്ടിഫൈ ചെയ്ത് തന്നെയാണ് നമ്മുടെ സിസ്റ്റം മുന്നോട്ട് പോകുന്നത്. സിസ്റ്റം അടിപൊളി തകരാറാണെന്നും ആരോഗ്യരംഗം മുഴുവൻ തകരാറിലാണെന്നും പറയുന്നത് നമ്മൾ മലർന്നു കിടന്നുകൊണ്ട് മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണ് എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ചർച്ച ചെയ്തത് ഇവിടെ ഈ സിസ്റ്റത്തിന്റെ തകരാർ ചൂണ്ടിക്കാണിച്ച ഡോക്ടർ നല്ലവനാണെന്ന് ആരോഗ്യമന്ത്രി പിന്നെ മലക്കം പറയുകയും ആ ഡോക്ടറെ കള്ളനാക്കുവാൻ ശ്രമം നടത്തിയതും അതിൽ സർക്കാർ പരാജയപ്പെട്ടതും അതിനെക്കുറിച്ചായിരുന്നു. എന്തായാലും ഇത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഡോക്ടറെ കള്ളനാക്കുവാനുള്ള നീക്കം നടന്നു, അതിൽ പരാജയപ്പെടുകയും ചെയ്തു. ഡോക്ടർ ഇപ്പോൾ സർവീസിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അദ്ദേഹം വീണ്ടും ആരോഗ്യത്തോടു കൂടി തന്നെ അദ്ദേഹം ഇന്നു മുതൽ അദ്ദേഹത്തിന്റെ ജോലിയും തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ ഡോക്ടറുടെ വായിൽ നിന്ന് ഇനി കൂടുതൽ കാര്യങ്ങൾ, അനാസ്ഥയുടെ കൂടുതൽ കാര്യങ്ങൾ വരികയില്ല. അദ്ദേഹം അങ്ങനെ ഒരു ഉറപ്പ് എന്തായാലും ആരോഗ്യമന്ത്രിക്ക് നൽകിയിട്ടുമുണ്ട്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഡോക്ടർ ഹാരിസ് വിഷയത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയോ? സർക്കാരിന് വീഴ്ച പറ്റിയത് 92% പ്രേക്ഷകരും. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.